എല്ലാവർക്കും നമസ്കാരം. വളരെ വ്യത്യസ്തവും വിചിത്രവുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിലെ സ്വർഗത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ സ്വർഗ്ഗസങ്കല്പങ്ങളെക്കുറിച്ചും അവിടുത്തെ ഹൂറിമാരെക്കുറിച്ചും അവിടുത്തെ പുഴകളെക്കുറിച്ചും ആറുകളെക്കുറിച്ചും ഒക്കെ, വിശിഷ്യ അവിടുത്തെ മുത്തുമണികളെപ്പോലെ ചിന്നിച്ചിതറി ഓടിക്കളിച്ച് നടക്കുന്ന പവിഴം പോലെ മുത്തുപോലത്തെ ബാലന്മാരെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പം ഇസ്ലാമിക ലോകത്ത് വളരെ പ്രശസ്തമാണ്. വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. മരണാനന്തര ജീവിതത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്ന സുഖാസ്വാദനങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഭാവനാ ലോകത്താണ് ഇവർ പലപ്പോഴും ജീവിക്കുന്നത്. പലപ്പോഴും നമ്മളോടൊക്കെ വിശ്വാസികൾ തർക്കിക്കുമ്പോഴൊക്കെ പറയുന്നത്, ഈ മരണം ഇവിടെ ഈ ഭൂമിയിലെ ഈ ജീവിതമുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളിവിടെ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പം അവർക്കുള്ളതുപോലെ ഒരു നരകഭയം നമുക്ക് ഉണ്ടാക്കാനും അവർക്കുള്ളതുപോലെ ഒരു സ്വർഗ്ഗക്കൊതി നമ്മളിൽ ഉണ്ടോ എന്ന് പരീക്ഷിക്കാനും, അല്ലെങ്കിൽ അതിൻ്റെ വല്ല പ്രലോഭനത്തിന് സാധ്യതയുമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഹതഭാഗ്യവാന്മാരായിട്ടുള്ള സാധാരണഗതിയിലുള്ള വിശ്വാസികൾ സാധാരണ ചെയ്യാറുള്ളത്. അതേ സമയത്ത് കുറേ കാലമായിട്ട് കേരളത്തിൽ ഇസ്ലാം മത വിമർശന രംഗത്ത് മതപണ്ഡിതന്മാർ തന്നെ സ്വർഗത്തെ വിശേഷിപ്പിച്ചതും വർണ്ണിച്ചതൊക്കെ എടുത്തുകൊണ്ട് വിമർശനം ഉന്നയിക്കുകയും അതിൻ്റെ പരിഹാസ്യത ആളുകൾക്ക് ബോധ്യപ്പെടുകയും വിശ്വാസി സമൂഹത്തിലുള്ള ആളുകൾക്ക് തന്നെ സ്വർഗം എന്ന് പറയാൻ ലജ്ജ തോന്നുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലെത്തിയപ്പോൾ പുതിയ കാലത്ത് പുതിയ പണ്ഡിതന്മാർ, ആധുനിക കാലത്തെ പണ്ഡിതന്മാർ സ്വർഗത്തെ ഒന്ന് പുട്ടിയടിച്ചെടുക്കാൻ, അള്ളാഹ് അവിടെ പണിതൊരുക്കി വെച്ച മണിമാളികകൾക്ക് ആധുനിക കാലത്തിൻ്റെ പുട്ടിയടിക്കാനുള്ള പരിശ്രമത്തിലാണ് ചില പണ്ഡിതന്മാർ. ലോകത്തെമ്പാടും അത്തരം പണ്ഡിതന്മാരുണ്ട്, കേരളത്തിലും അത്തരം പണ്ഡിതന്മാരുണ്ട്. പക്ഷേ പരമ്പരാഗത വിശ്വാസത്തിൽ നിൽക്കുകയും ഇത്തരം പുട്ടിയടികൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ തുലം കുറവാണ് എന്ന് പറയാം. കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അപാരമായിട്ടുള്ള കഴിവിൻ്റെയും ഔദാര്യത്തിൻ്റെയും ലക്ഷണമായി കണ്ടുകൊണ്ട് അതിൽ ഇടപെടാതെ അത് എന്താണോ പറഞ്ഞത് അത് അതുപോലെ വിശ്വസിക്കുകയും അതുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന നിലപാടിൽ ആണ് കൂടുതൽ വിശ്വാസികൾ എടുക്കുക. ചില പുരോഗമന ആശയക്കാർ ഖുർആനിലും ഹദീസിലും ഒക്കെയുള്ള ആധുനിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളെ ആധുനികമായി മാനവികമായി വ്യാഖ്യാനിക്കാൻ യാതൊരു പഴുതുമില്ലാത്ത ഹദീസുകളെ തള്ളിയും പ്രവാചകന്റെ ചരിത്രത്തെ പുതിയ കാലത്തിന് മനുഷ്യരോട് പറയാൻ പറ്റുന്ന തരത്തിൽ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചുമൊക്കെ മുന്നോട്ട് പോകുന്നവർ സാധാരണഗതിയിൽ ഈ സ്വർഗ്ഗ നരകങ്ങളൊക്കെ പണ്ടേ കുട്ടിയടിച്ചതാണ്. പലരും സ്വർഗ്ഗ നരക സിദ്ധാന്തങ്ങൾ തള്ളിയവരുമാണ്. എന്നാൽ പരമ്പരാഗത മുസ്ലിങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലത്തെ സാധാരണ മെയിൻ സ്ട്രീം വിശ്വാസി സമൂഹം ഇസ്ലാമിലും ഖുർആനിലും ഹദീസിലൊക്കെ എങ്ങനെയാണോ സ്വർഗത്തെ വർണ്ണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സ്വർഗം എന്ന് വിശ്വസിക്കുകയും അതങ്ങനെ തന്നെ പറയാൻ ഒരല്പം ജാള്യതയുണ്ടെങ്കിലും അത് പറയുകയും ചെയ്യുന്നവരാണ്. അതങ്ങനെ തന്നെ വിശ്വസിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെയാണ് പരമ്പരാഗത വിശ്വാസികളിൽ പോലും, അതായത് മുഹമ്മദ് നബി മുതൽ ഇങ്ങോട്ട് പണ്ഡിത പരമ്പരയിലൂടെ മാത്രമാണ് അറിവ് കൈമാറേണ്ടത് എന്ന് വിശ്വസിക്കുന്നവർ പോലും ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനികമായ ചില ന്യായീകരണ ഗവേഷണങ്ങളുടെ ഫലമായി ഈ സ്വർഗത്തെ ഒന്ന് പുട്ടിയടിക്കാൻ ഇപ്പോൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിലേറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഷുഹൈബുൽ ഹൈത്തമിയാണ് ആ വലിയ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇസ്ലാം മത വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങളുടെ മുമ്പിൽ വിശ്വാസികൾ സംശയാലുക്കളാകുമ്പോൾ അവരുടെ സംശയം ദൂരീകരിക്കത്തക്ക തരത്തിൽ ആ ചോദ്യങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളെയും അദ്ദേഹം ആധുനികവൽക്കരിക്കുകയാണ്. ആധുനിക കാലത്തെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തെ വിശദീകരിക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഠിനമായ പരിശ്രമമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ ആ അർത്ഥത്തിൽ നമുക്ക് അഭിനന്ദിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. സ്വർഗത്തിൽ സ്ത്രീകൾക്ക് ആരാണുള്ളതെന്നുള്ള ഒരു ചോദ്യമാണ്. പുരുഷന്മാർക്ക് ഹൂർലിങ്ങളുണ്ട്. ഒന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതും ഈ എക്സ് മുസ്ലിംസ് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹൂർലിങ്ങൾ അതിലൊന്ന് മാത്രമാണ്. ഇവിടെ പറയും ആ പ്രചരണം നമ്മുടെ കാര്യമായി കൊണ്ടുവന്നത് ഇ എ ജബ്ബാറാണ്. അദ്ദേഹമൊക്കെ ഇതിന് മാത്രം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാപ്പിളാരെ സ്വർഗത്തിൽ ഇതായിരുന്നു, എവിടെ നോക്കിയാലും പാൽപ്പുഴ, എവിടെ നോക്കിയാലും തേൻപുഴ, എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങൾ, ഇങ്ങനൊരു സഭയിൽ പറയാൻ പറ്റാത്ത സ്വർഗമാണ്. പക്ഷെ നമ്മളും അത് കേട്ട് കുറേ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ നിങ്ങൾ ഖുർആൻ മൊത്തം ചെക്ക് ചെയ്ത് നോക്കൂ. അത് ശരി. ഇപ്പം ഇ എ ജബ്ബാറാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങളാണ് ഇസ്ലാമിൻ്റെ സ്വർഗത്തിൻ്റെ രൂപകൽപ്പന നടത്തിയത് എന്ന അർത്ഥത്തിലാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ ജബ്ബാർ മാഷ് പറഞ്ഞപ്പോഴാണ് ഖുർആനിലെ സ്വർഗം ഹദീസിലെ സ്വർഗമൊക്കെ നാട്ടുകാർ കേട്ടത് എന്നാണോ? എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും പറയുന്നത്? എന്തായാലും ഇദ്ദേഹം പറയുന്നത് എക്സ് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ്. സ്ത്രീകൾക്ക് ആരാണുള്ളത് എന്ന് എക്സ് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു വയ്പ്പിച്ചാണോ? അല്ല. സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ ഉസ്താദുമാരും വലിയമാരും വർണ്ണിക്കുകയും വയലിന് മുന്നിലിരിക്കുന്ന പുരുഷന്മാരെ ത്രസിപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ തരുണീമണികളെക്കുറിച്ചും അവരുടെ അംഗലാവണ്യത്തെക്കുറിച്ചും വർണ്ണിച്ച്
അവരുമായിട്ടുള്ള ക്രീഡകൾ വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും അർദ്ധരാത്രിക്ക് ശേഷം നീണ്ടുപോകുന്ന വയലുകളിൽ ആ മഞ്ഞിൻ്റെ കുളിരിൽ ഇരുന്ന് മൊലിയന്മാർ വയൽ പറയുകയും പുരുഷന്മാർ അത് ആസ്വദിച്ചിരിക്കുകയും ചെയ്തത് കേട്ടപ്പോൾ ആ വയൽ അപ്പുറത്തെ മറയ്ക്കപ്പുറത്ത് ഒരു മറ കെട്ടിയിട്ട് അതിനപ്പുറത്തിരുന്നും അടുത്തുള്ള വീടുകളുടെ വരാന്തകളിലിരുന്നും വയൽ ശ്രവിച്ച പെണ്ണുങ്ങൾ, സ്ത്രീകൾ രാത്രി ചെന്നിട്ട് പുതിയാപ്പിളിനോട് ചോദിച്ചു, അല്ല പുതിയാപ്പിളെ, ഇങ്ങക്ക് സ്വർഗത്തിൽ ഇന്നതൊക്കെ ഉണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു കേട്ടല്ലോ, ഞമ്മക്ക് എന്താ ഉള്ളതെന്ന്. വിശ്വാസികൾ ചോദിച്ചതാണ്, നമ്മൾ ചോദിച്ചതാണോ? നമ്മൾ ചോദിച്ചതല്ല. എക്സ് മുസ്ലിങ്ങളല്ല ചോദിച്ചത്. മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമിക പ്രബോധന സദസ്സുകളിൽ പ്രബോധകരോട് നേർക്ക് നേർ ചോദ്യം ചോദിക്കുന്നതിൻ്റെ വീഡിയോ കേരളത്തിൽ ഇതിനോടകം പ്രചരിച്ചിട്ടുള്ളതാണ്. എല്ലാം കൂടെ നമ്മളെ തലയിൽ കൊണ്ടുവെക്കുക. ഇങ്ങളെ സ്വർഗം, ഇങ്ങളെ രൂപകൽപ്പന, ഇങ്ങളെ അള്ളാന്റെ സൃഷ്ടി, ഇങ്ങളെ അള്ളാന്റെ ഖുർആന്, മുത്തുനബീന്റെ വിശദീകരണം, പണ്ഡിതന്മാർ, താബിയുകൾ പരമ്പരയായിട്ട് പരമ്പരാഗതമായി കൈമാറി വന്ന അറിവിന്റെ ഉറവ. ഇതെല്ലാം കൂടെ ഇപ്പോൾ പപ്പു ചോദിച്ച മാതിരി അല്ലോ ഇതെല്ലാം കൂടെ ഇപ്പോൾ നമ്മളെ കുറ്റായ. അപ്പൊ ഇസ്ലാമിലെ സ്വർഗം എന്നിട്ട് ഇപ്പോൾ ഉസ്താദ് പറയാണ്, ഇതിനോടകം നിങ്ങൾ കേട്ടിട്ടുള്ള സ്വർഗത്തെക്കുറിച്ചും തെറ്റിദ്ധാരണകളെക്കുറിച്ചും ജബ്ബാറോ അല്ലെങ്കിൽ വേറെ എക്സ് മുസ്ലിങ്ങളോ ചോദിക്കുന്നത് കേട്ടപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ വിശ്വസിച്ചു. അവിടെ ആ മദ്യത്തിന്റെ പുഴയാണ്, പാലിന്റെ പുഴയാണ്, തേനിന്റെ പുഴയാണെന്നൊക്കെ നമ്മളും വിശ്വസിച്ചു, ഊറിമാരുണ്ടെന്ന് വിശ്വസിച്ചു. ഇതൊക്കെ എക്സ് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഖുർആൻ ഒന്ന് നല്ലോണം നോക്കിയെന്ന് വയൽ കേൾക്കാൻ വന്നിരിക്കുന്ന കുട്ടികളോട് ഉസ്താദ് പറയുകയാണെങ്കിൽ ഉസ്താദ് നിങ്ങളെ ഗതികേട് എവിടെ നിന്ന് ആലോചിച്ചു. ഈ ഖുർആനും അതിന്റെ തഫ്സീറും ഹദീസും മുത്തനബി പോയപ്പോൾ കണ്ട നരകക്കാഴ്ചയും സ്വർഗക്കാഴ്ചയും ഇതൊക്കെ വിശദീകരിച്ച് രാത്രിയുടെ 3-ാം യാമത്തിൽ വയൽ പറഞ്ഞ മൊയ്ലിയന്മാര്, ആ മൊയ്ലിയന്മാര് വർണ്ണിച്ചു വെച്ച സ്വർഗങ്ങളിൽ നിന്ന്, സ്വർഗവർണ്ണനകളിൽ നിന്ന്, ഹൂറിമാരുടെ വർണ്ണനകളിൽ നിന്ന് കൗമാരകാലത്ത് തന്നെ മുസ്ലിം യുവതയുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു സ്വർഗത്തിന്റെ ചിത്രം. ആ ചിത്രമാണ് നിങ്ങൾ ഇന്ന് കുത്തിപ്പൊളിച്ച് കളഞ്ഞ് അവിടെ നിങ്ങൾ പൂട്ടിയടിക്കാൻ പോകുന്നത്. നിങ്ങൾ ആ ഉദ്യമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നാളിതുവരെ ഉസ്താദുമാരുടെ വാക്കും വയലും കേട്ട് കെട്ടിപ്പൊക്കിയ മനസ്സിന്റെ കൂടാരത്തിൽ നിങ്ങൾ ഒരുക്കി വെച്ച മോഹത്തിന്റെ ചില്ലു, എന്താ പറയുക, കൊട്ടാരം ഒരുപക്ഷെ തകർന്നു വീണേക്കാം. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞില്ലേ, ആ മുത്തിന്റെ അകത്ത് ഒരു വലിയ മുത്ത്, ആ പവിഴത്തിനകത്ത് ഹൂറിമാരോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന സ്വപ്നം പങ്കുവച്ച മുജാഹിദ് ബാലുശ്ശേരിയുടെ വയൽ കേട്ട് അത്തരം ഒരു മുത്തും അതിനകത്തെ ഹൂറിയെയും സ്വപ്നം കണ്ട് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മോഹഭംഗം ഉണ്ടായേക്കാം. അതുകൊണ്ട് അത്തരക്കാർ ദയവ് ചെയ്ത് ഇവിടെ വിട്ടു പോകണം. കാരണം നിങ്ങളെ മനസ്സ് സങ്കടവും ഇടങ്ങേറും കണ്ണീരും കാണാൻ വയ്യാത്തോണ്ടാണ്. അപ്പം എന്തായാലും അത് നമുക്ക് ഒന്ന് കേൾക്കാം. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഖുർആനിൽ നിങ്ങൾ മൊത്തത്തിൽ പരതിയാൽ നിങ്ങൾ ഈ വിചാരിക്കണ പോലത്തെ സ്വർഗവും എക്സ് മുസ്ലിങ്ങൾ വിമർശിക്കുന്ന പോലത്തെ സ്വർഗമൊന്നുമല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ചെറുങ്ങനെയുള്ള ഒരു വില്ലേജാണ്, ഒരു തോട്ടമാണ് എന്നാണ് പറയുന്നത്. കേട്ടോളൂ. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ധാരണ എന്താ അറിയോ? ഖുർആനിൽ പറയുന്നത് ഒരു ഡ്രീം വേൾഡ് അല്ല, ഒരു റിയൽ ലൈഫാണ്. കൃഷിയുള്ള, കച്ചവടമുള്ള, നഗരങ്ങളുള്ള, ഗ്രാമങ്ങളുള്ള, തോട്ടങ്ങളുള്ള, ഗ്രാമീണ ഭംഗിയുള്ള ഒരു ലൈഫാണ് സ്വർഗം. അതെ അതെ, കശുവണ്ടിത്തോട്ടവും ഏത്തവാഴക്കലയും ഏത്തവാഴ കൃഷിയും ഒക്കെയുള്ള, ചെളിയും ചേറും അരുവിയും അല്ലേ, നീരുറവയും പരൽ മീനുകളും ഒക്കെയുള്ള ഒരു ഗ്രാമഭംഗിയാണ് സ്വർഗം. ആ ഗ്രാമത്തിൻ്റെ ചെറിയ തീരങ്ങളിലായിട്ട്, ആ വയലുകളുടെ ഓരങ്ങളിലായിട്ട് മണിമാളികകളും പതുപതുത്ത മെത്തകളും അതിൻ്റെ ബാക്കിൽ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഉണ്ടാകും. സെപ്റ്റി ടാങ്കുകളും മൂത്രപ്പരകളും KSRTC ബസ് സ്റ്റാൻഡുകളും. ഉസ്താദ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്ന വിശേഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളും KSRTC സ്റ്റാൻഡിലെ മൂത്രപ്പരയും വരെ സ്വർഗത്തിലുണ്ടാകുമെന്ന് അധികം താമസിയാതെ ഷുഹൈബുൽ ഹൈതമി പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് കേൾക്കാം. ഒരു ഉദാഹരണം, ജന്നാത്തു അദിനിൻ അല്ല ജസാഉഹും ഇൻദ റബ്ബിഹിം. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിൻ്റെ അരികെയുള്ള പ്രതിഫലം, ഞാൻ ഹുർലിങ്ങൾ പറയാം. അള്ളാഹിൻ്റെ അരികെയുള്ള പ്രതിഫലം ജന്നാത്തു അദിനിൻ. അദിൻ എന്ന തോട്ടമാണ്. ആ അദിൻ എന്ന തോട്ടം, സ്വർഗം എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് എവിടെയും പറഞ്ഞത്, മാൾ എന്നല്ല. സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറുക ദുബൈ മാളൊക്കെയാണ്. അതൊന്നുമല്ല, ഒരു ഗ്രാമമാണ്, ഒരു തോട്ടമാണ് സ്വർഗം. നോക്കൂ, ഇസ്ലാമിലെ സ്വർഗത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഷുഹൈബുൽ ഹൈതമിയോട് പറഞ്ഞു കഴിഞ്ഞു. 2024-25 നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മളോട് ഉസ്താദ് സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന കാമനകൾ, നമ്മളുടെ ഉള്ളിൽ വരുന്ന സങ്കല്പം, ദുബായിൽ പോയിട്ടുള്ളവർക്ക് ദുബായ് മാളാണ്, കൊച്ചിയിൽ ജീവിക്കുന്നവർക്ക് ലുലു മാളായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയവർക്ക് അതായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ സുഖാസ്വാദനത്തിനും നമ്മളുടെ ആനന്ദത്തിനും വേണ്ടി ആശ്രയിക്കുന്ന ഇടങ്ങൾ, സുഖലോലുപമായ ജീവിതം നമ്മൾ കാണുന്നത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഇടങ്ങൾ, ഇതാണ് സ്വർഗം. സ്വാഭാവികമായിട്ടും
ഖുർആനിലോ ഹദീസിലോ ദുബായ് മാളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ മണിമാളികകളോ ഹൈടെക് സിറ്റികളോ സ്വർഗം എന്ന് പറയുമ്പോൾ വരില്ല. കാരണം ഖുർആനിലെ സ്വർഗം എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ കാമനയാണ്, അവരുടെ സങ്കല്പമാണ്. അവര് ദൂരദേശങ്ങളിലെ കഥകളിൽ കേട്ട കൊട്ടാരങ്ങളും അതിൻ്റെ മട്ടുപ്പാവും അതിൻ്റെ ഉദ്യാനവും അവിടുത്തെ രാജാവും റാണിയും അവരുടെ തോഴിമാരും അവിടുത്തെ മധുചഷകങ്ങളും, ഇതാണ് അന്നത്തെ സ്വർഗത്തിന്റെ സങ്കല്പം. സ്വാഭാവികമായിട്ടും ഖുർആനിലുള്ള സ്വർഗത്തിൽ എന്തുണ്ടാവുക? പതുപതുത്ത മെത്തയുണ്ടാവും. പതുപതുത്ത മെത്തയൊക്കെ ഇന്ന് സാമാന്യമായിട്ട് ഒരു ജീവിതം നയിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു അട്രാക്ഷനാണോ? ഉദ്യാനങ്ങളിൽ ചാരിയിരിക്കുന്ന ആളുകൾ, അതൊക്കെ നമുക്ക് നിത്യകാഴ്ചയല്ലേ? അത് സ്വപ്നം കാണുന്നവർ, ജീവിതത്തിലെ സ്വപ്നം കാണുന്നവരുണ്ടാവും. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് സ്വർഗം എന്ന സങ്കല്പം വരുമ്പോൾ അവിടുത്തെ സങ്കല്പം അന്ന് പറഞ്ഞതുപോലെ ഒരു പുഴയിലൂടെ ഒഴുകുന്ന മദ്യമോ അല്ലെങ്കിൽ ചഷകങ്ങളുമായിട്ട് നമ്മളെ ചുറ്റും കറങ്ങി നടക്കുന്ന കുട്ടികളോ ആയിരിക്കുമോ? അന്നത്തെ മനുഷ്യന്റെ ഭാവനയാണത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് ഇസ്ലാമിലെ സ്വർഗത്തിന്റെ ഉറവിടം എന്താണ് എന്ന് ഹൈത്തമിയുടെ വാക്കിൽ നിന്ന് തന്നെ പറയാതെ പറയും. പക്ഷെ ഹൈത്തമി ഇവിടെ ശ്രമിച്ചത് വേറൊരു കാര്യത്തിനാണ്. ഇത് സംഭവിക്കുന്നത് ഹൈത്തമി പറഞ്ഞത് സ്ഥാപിക്കാനും കഴിയില്ല, ഇസ്ലാമിലുള്ളത് പുകയായി മാറുകയും ചെയ്യുന്ന ഒരു ദുരന്ത കാഴ്ചയായിട്ട് ഇതിന്റെ അവസാനം എത്തും. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. തെജരീമിൻ തഹ്തിഹൽ അൻഹാർ, അവിടെ നദിയുണ്ട്, പുഴയുണ്ട്, അരുവിയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, മീനുകളുണ്ട്. പിന്നെയോ പിന്നെ ചൂണ്ടക്കാരും കോല ഐസായിട്ട് വരുന്ന ഐസ് കച്ചവടക്കാരും കൂടി ഉണ്ടെങ്കിൽ സംഗതി സലാമത്തായി. നമ്മളുടെ 80കളുടെ അവസാനത്തിലും 90കളുടെ ആദ്യത്തിലൊക്കെ ബാല്യകൗമാരങ്ങൾ പങ്കിട്ട മനുഷ്യരെ സംബന്ധിച്ച് ആ കാലത്തെ നാട്ടുമ്പുറ കാഴ്ചകളാണ് ഇദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നത് പാടത്ത് വരമ്പിലൂടെ ക്രോസ് ചെയ്തിട്ടാണ്. അപ്പം പാടത്ത് വാഴക്കൃഷി അന്ന് അവിടെ നന്നായിട്ട് വാഴക്കൃഷി നടക്കുന്ന സമയമാണ്. ഒരു പിന്നെ നെൽകൃഷി, അത് കഴിഞ്ഞിട്ടുള്ള വാഴക്കൃഷി. അപ്പം ഇങ്ങനെ ഉള്ള പാടശേഖരങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഏത്തവാഴക്കൊല മൂത്ത് പഴുത്ത് ചാഞ്ഞു നിൽക്കുന്ന ഏത്തക്കൊലയിൽ നിന്ന് പഴുത്ത കായൊക്കെ 1-2 മാറി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ വാഴ കൃഷിയുടെ ഇടയിലൂടെ തിട്ടുകളായിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വെള്ളം പോകാനുള്ള ചെറിയ ഇതുണ്ടാവും, നീർച്ചാലുകൾ ഉണ്ടാവും, അതിൽ പരൽമീനുകൾ ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് സ്വർഗത്തിലുണ്ടാവുക എന്നാണ് ഇപ്പോൾ ഹൈത്തമി പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ കൂടിയാൽ പോരെ? ഖാലിദീന ഫിഹ, അവിടെ നിങ്ങൾക്ക് പൗരത്വം ഉണ്ടാകും. അത് പുതിയൊരു സാധനമാണ്. ഏത് പൗരത്വം? പൗരത്വം ഇപ്പോൾ വലിയൊരു കൺഫ്യൂഷനുള്ള സാധനമല്ല. അപ്പോൾ ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വരുമ്പോൾ അതിൽ പൗരത്വത്തിന്റെ വിഷയത്തിൽ ഒരു അങ്കലാപ്പ് വിശ്വാസികൾക്കിടയിൽ ഉണ്ട് എന്നതുകൊണ്ട് അതിൽ ഒരു ആശ്വാസമായിട്ട് കൊടുക്കുകയാണ് എന്ത്? സ്വർഗത്തിൽ പൗരത്വം ഉണ്ടാവും. അതെന്തായാലും വലിയ നല്ലൊരു കാര്യമായി. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ആധാർ കാർഡും റേഷൻ കാർഡും കൂടി ഉണ്ടാവും എന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഹൈത്തമി പറഞ്ഞാൽ നിങ്ങൾ കേട്ടോളി. സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അപ്പോൾ ഖുർആൻ എടുത്തടിച്ച് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അതിഥികളോ അഭയാർത്ഥികളോ ഒന്നും ആവൂല. ഖാലിദീന ഫിഹ, അവിടെ ആധാർ കാർഡ് ഉണ്ടാകും. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ നാഷണാലിറ്റി ഉണ്ടാകും, അവിടുത്തെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാകും, അവിടുത്തെ വോട്ടവകാശം ഉണ്ടാവും, അവിടുത്തെ റേഷൻ കാർഡ് ഉണ്ടാവും. നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലായിരിക്കില്ല. ഞാൻ അറിയേണ്ടത് സ്വർഗത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കുന്നത്? രംഗമായിരുന്ന മുഖ്യമന്ത്രിനെ നമുക്ക് അറിയാം. സ്വർഗത്തിലെ മുഖ്യമന്ത്രി ആരാന്നും കൂടി പറഞ്ഞാൽ സംഗതി ഇസ്ലാമിലെ സ്വർഗം ഏതാണ്ട് വെടിപ്പായി. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഭൗതിക ജീവിതം, യാഥാർത്ഥ്യ ജീവിതം, ഈ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചൊക്കെ ജീവിക്കുന്ന ഈ ജീവിതം, ഇതിൻ്റെ തന്നെ മറ്റൊരു പതിപ്പ് മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പം സുഹൈബുൽ ഹൈത്തമി പറഞ്ഞത്. അല്ല എന്തിനാണ് ഈ പെടാപ്പാടൊക്കെ പെട്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ തന്നെയല്ലേ അള്ള ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതൊക്കെ തന്നെയാണ് അള്ള സ്വർഗത്തിൽ ഒരുക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇത് മാത്രം ഉണ്ടാക്കാറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറൈറ്റി ആയിട്ടൊരു സാധനം അള്ളാഹ്ക്കില്ലേ? ഇവിടുത്തെ പുഴ, ഇവിടുത്തെ റേഷൻ കാർഡ്, ഇവിടുത്തെ ആധാർ കാർഡ്, ഇവിടുത്തെ അരുവിയും തോടും പഴവും പുഴയും കൊലയും, എന്തൊരു കഷ്ടം. പിന്നെ അടുത്ത ശബ്ദം എന്ന് പറഞ്ഞ ഖാലിദീന ഫിഹ റളിയല്ലാഹു അൻഹും വറളു അൻ. അത് വളരെ വലിയൊരു പോയിന്റാണ്. വലിയ പോയിന്റ്. പൊതുവെ ദുനിയാവിൻ്റെ ഒരു ഘടന, നമ്മൾ കൗതുകത്തോടെ നേടാൻ ആഗ്രഹിച്ച കാര്യം നേടിയാൽ പിന്നെ അതിന് വാല്യൂ ഉണ്ടാവില്ല. ഇയാളെ കാണാനാണോ ഇത്ര മെനക്കെട്ടത്? ഇയാളെ കേൾക്കാനാണോ ഇത്ര ഇടം വരെ വന്നത്? അങ്ങനെയായിരിക്കും പറയാറുള്ളത് തന്നെ. എന്താ ഇതൊരു പാട്ടുമില്ലേ, എന്നാ ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റസ്റ്റ്. കേട്ട പാട്ടുകൾ മധുരതരം, കേൾക്കാത്ത പാട്ട് അതിമധുരം. അപ്പോൾ കുറച്ചാകുമ്പോൾ മടുക്കും. എന്താ കഥ? അത് നമുക്കിങ്ങനെയാണ്. ദുനിയാവ് സ്വർഗം തമ്മിലുള്ള ആകെയുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ദുനിയാവിൽ ഇപ്പോൾ നമുക്ക് ഒരേ ബിരിയാണിനെ കുറേ ദിവസം തിന്നാൻ മടുക്കും. ദുനിയാവിൽ നമുക്ക് ഒരേ ഭാര്യയോട് കൂടെ തന്നെ ഒരുപാട് കാലം താമസിച്ചാൽ മടുക്കും. ദുനിയാവിൽ നമുക്ക് എന്താ പറയുക, ഒരേ കാര്യം തന്നെ, ഒരേ സുഖാസ്വാദനം തന്നെ ആണെങ്കിലും മടുക്കും. ഒരേ നേതാവിനെ തന്നെ നിത്യേന കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് മടുക്കും, ബഹുമാനം കുറയും. പക്ഷേ സ്വർഗത്തിൽ അത് വ്യത്യാസമുണ്ട്. അള്ളാഹിൻ്റെ ലിക്കാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ശീലമാവും, അതുകൊണ്ട് പറയണില്ല.
അതറിയാവുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ സഭ്യമായ ഭാഷയിൽ എഴുതാം. അപ്പോൾ അത് നമ്മൾ എത്ര അനുഭവിച്ചാലും നമുക്ക് മടുക്കൂല. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി മുകളിൽ നിന്ന് ഏറ്റവും മുകൾ തട്ടിലുള്ള സ്വർഗത്തിൻ്റെ ഏറ്റവും മഹനീയമായ സ്ഥലത്താണ് മുഹമ്മദ് നബി ഉണ്ടാവുക. ആ മുഹമ്മദ് നബി അവിടുന്ന് സ്വർഗത്തിൻ്റെ താഴെ തട്ടിൽ ജീവിക്കുന്ന അടിയാളന്മാരെ കാണാൻ ഇടയ്ക്ക് ഇറങ്ങി വരും. അപ്പം നമ്മൾ എപ്പോഴും കണ്ടാലും, എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയൊക്കെ കണ്ടാലും, ജുമേൻ്റെ ശേഷം മുഹമ്മദ് നബി ആയിട്ട് എല്ലാവരും കൂടിയിരിക്കുക കാണുകയൊക്കെ ചെയ്താലും നമുക്ക് മടുക്കൂല. എത്ര കണ്ടാലും, അള്ളാഹിനെ കണ്ടാലും നബീനെ കണ്ടാലും മടുക്കൂല. സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ മടുക്കൂല, ഭൂമിയിലാണെങ്കിൽ നമുക്ക് മടുക്കും. ഇത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം സ്വർഗവും നമ്മൾ ഇവിടുത്തെ സാധാരണ ഗ്രാമവും തമ്മിലുള്ളത് കേട്ടോ. കുറേ അള്ളാഹിൻ്റെ ലിക്കാതെ ആസ്വദിച്ചാൽ സംഭവം അള്ളാഹു ഭയങ്കരമാണ്, പക്ഷേ ഒരു പുതിയ അള്ളാഹിനെ കിട്ടിയാൽ തർക്കടില്ലേനും എന്ന് കുറേ കാലം തോന്നിയാൽ തോന്നൂല. റസൂലുള്ള ആള് വലിയതാണ്, സ്വർഗത്തിലും ഭൂമിയിലും ദുനിയാവിലും വെച്ച് ഇതിൻ്റെയൊക്കെ വലിയൊരു അധ്യക്ഷനാണ്. പക്ഷേ കുറേ കാലമായില്ലേ ഈ റസൂലുള്ളാഹിനെ കാണുന്നത്. പക്ഷേ ഇന്ന് ഞാൻ കാണാൻ പോകുന്നില്ല. റസൂലുള്ള സ്വർഗത്തിൻ്റെ ഉയർന്ന പദവിയിൽ നിന്ന് താഴേക്ക് ആളുകളെ കാണാൻ വരുന്നതാണ് ഹദീസ്. എപ്പോഴും എല്ലാ ഞായറാഴ്ചയും കാണുന്നതല്ലേ, എല്ലാ വെള്ളിയാഴ്ചയും കാണുന്നതല്ലേ, ഇന്ന് എനിക്ക് കാണാൻ കഴിയില്ല എന്നാരും വിചാരിക്കൂല. കണ്ടാലും പൂതി മാറില്ല. അള്ളാഹിനെ കണ്ടാലും റസൂലുള്ളാഹിനെ കണ്ടാലും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. എത്ര കണ്ടാലും പൂതി മാറൂല, എത്ര അനുഭവിച്ചാലും അള്ളാഹുവിൻ്റെ ലിക്കാഹ് എത്ര അനുഭവിച്ചാലും പൂതി മാറൂല. അതാണ് ഒരു വ്യത്യാസം. പിന്നെ ചെറിയ 1-2 വ്യത്യാസം കൂടി ഉണ്ട്, അത് പോകെ പറയാം കേട്ടോ. അള്ളാഹ്ക്ക് തോന്നുമോ കുറേ കാലമായില്ലേ ഇവർക്ക് തിന്നാൻ കൊടുക്കുന്നത്, സ്വർഗത്തിൽ എന്തൊരു ചെലവാ, ഇനി ആളെ മാറ്റി പുതിയ ടീമിനെ കൊണ്ടുവരാം എന്ന് അള്ളാഹ്ക്കും തോന്നൂല. പൗരത്തായി, തൃപ്തിയായി, വിനോദമായി, കൗതുകമായി, തോട്ടായി, നദിയായി, പുഴയായി. പിന്നെ ഇനി എന്താ വിനോദത്തിന് ഇപ്പോൾ വേണ്ട? എന്താ ഇനിയിപ്പോൾ എന്താ വേണ്ടി നിങ്ങൾ പറയും? എന്താ വേണ്ടത് പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങളുണ്ട്, അതോട് പറയും. ലോകത്തിൻ്റെ വിനോദ സങ്കല്പം ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ്. ഇസ്ലാമിലെ സ്വർഗം അശാസ്ത്രീയമായ സ്വർഗമാണെന്ന് ജബ്ബാറിന് വാദമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരക്കാർക്ക് വാദമുണ്ടെങ്കിൽ, ഖുർആൻ 1400 കൊല്ലം മുമ്പ് മുന്നോട്ട് വെച്ച വിനോദ സങ്കല്പം ഇന്ന് അപ്രായോഗികമാണ്, അശാസ്ത്രീയമാണ്, വിനോദ സങ്കല്പത്തിൻ്റെ ഭാഗമായി വരുന്നില്ല എന്നാദ്യം പറയണം. നടക്കൂല. ഇസ്ലാമിലെ സ്വർഗസങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭൗതിക നിലവാരത്തിലുള്ള സുഖാസ്വാദനത്തിൻ്റെ ഒരു ഭാവനാ ലോകമാണ്. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഗോത്ര നേതാവിൻ്റെ അതിമോഹങ്ങളുടെ ഒരു ഭാവനാ ലോകം മാത്രമാണ് ഇസ്ലാമിലെ സ്വർഗം. അപ്പോൾ അത് അശാസ്ത്രീയമാണെന്നൊക്കെ നമ്മൾ എന്തിനാണ് വിശദീകരിക്കുന്നത്? സുഖാസ്വാദനത്തിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞിട്ട് ടൂർ പോകലും, മലേൻ്റെ മുകളിൽ പോയി താമസിക്കലും, കടലോരത്ത് പോയിട്ട് തിരയെണ്ണലും, ഇതൊക്കെ മനുഷ്യർ ആസ്വാദനമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഖുർആൻ സ്വർഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നും അത് അശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സ്വർഗത്തെ ഹൈത്തമി ഇവിടെ തകർത്ത് കളഞ്ഞിട്ട് ഹൈത്തമി പറയുന്നതാണ് ഇസ്ലാമിലെ സ്വർഗം എന്ന് വരുത്തി തീർത്തിട്ട് അത് അശാസ്ത്രീയമാണെന്ന് നമ്മൾ തെളിയിക്കണം പോലും. സ്വർഗം തന്നെ അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത അന്ധവിശ്വാസമാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ തെളിവില്ലാത്ത അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസത്തിനകത്ത് ചിപ്പിക്കുള്ളിലെ മുത്ത് പോലെ ഒളിപ്പിച്ചു വെച്ച നിങ്ങളുടെ സ്വർഗഭാവന, അതിന് ഇനി അത് അശാസ്ത്രീയമാണെന്ന് നമ്മൾ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പുലിവാലാണ്. എന്താണ് ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള സ്വർഗം എന്ന് പരസ്യമായി പറയാൻ പറ്റാത്ത നിലവാരത്തിലേക്ക് ഷുഹൈബുൽ ഹൈത്തമിയെ പോലെയുള്ള കുറച്ച് സോഷ്യൽ മീഡിയയിലെ ആധുനിക കാലത്തെ പുതിയ തലമുറയുമായിട്ട് സംവദിക്കുന്ന ആളുകൾ മനസ്സ് മാറുന്നു, അവരുടെ ആശയങ്ങൾ മാറുന്നു, അവരുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും മാറുന്നു എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിലെ സ്വർഗം മാത്രമല്ല, ഇസ്ലാം തന്നെ കാലഹരണപ്പെട്ടതാണ് എന്നതിൻ്റെ തെളിവാണ്. ചെറിയ കുട്ടികളെ പരിപാലിക്കുന്ന വിഷയത്തിലും തലോടുന്ന വിഷയത്തിലും ഏത് ക്രൂരന്മാർക്കും ഭയങ്കര കൗതുകമുണ്ടാകും. കുഞ്ഞുങ്ങളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വിനോദത്തിൻ്റെ പ്രധാന ഭാഗം. ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 മാസം എന്താ പണി? നാടൻ വർത്താനം. ഒന്നുമില്ല, മോളെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാലോ, ഏറ്റവും ചുരുങ്ങിയത് അതന്നെ പോരെ. ഇതല്ലേ നമ്മുടെ വർത്താനം. സ്വർഗത്തിൽ അതും അള്ളാഹു പറയാതെ വെച്ചില്ല. നോക്കൂ, സ്വർഗത്തിൽ അള്ളാഹു മുത്തുമണികളെ പോലെയുള്ള, മുത്തുകൾ വിതറിയതുപോലെയുള്ള ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികൾ, വിൽദാനുൻ മുഹല്ലദൂൻ അവിടെ ഉണ്ടാകുമെന്നാണ്. അതിനെയും ഷുഹൈബുൽ ഹൈത്തമി അർത്ഥം മാറ്റി വ്യാഖ്യാനിക്കാണ്. ഈ വിൽദാനുൻ മുഹല്ലദൂൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ എത്രമേൽ പ്രാധാന്യമുള്ള വിഭവമായിട്ടാണ് വിശ്വാസി സമൂഹത്തിലുള്ള പുരുഷ കേസരികൾക്ക് മുഹമ്മദ് വിശദീകരിച്ചു കൊടുത്തത് എന്നറിയാൻ ഇസ്ലാം നിശിതമായി വിമർശിക്കുകയും ഇസ്ലാം കടുത്ത ഭാഷയിൽ നിരോധിക്കുകയും ചെയ്ത ആൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം, അതിൻ്റെ വാർത്തകൾ, അതിനോടുള്ള ഇവരുടെയൊക്കെ അഭിവാജ്ഞ, എന്തായാലും പറയാ, അഭിവാഞ്ചെ, മോഹം, പൂതി എത്രത്തോളമാണെന്നും ഇവരുടെ മനോവൈകൃതം എത്രമേൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ആധുനിക ലോകത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും വിൽദാനുൻ മുഹല്ലദൂൻ അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചത് എന്തിനാണ്. അതിന് വേറെ തഫ്സീർ പോലും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇദ്ദേഹം ഈ മുത്തുമണികളെ പോലെയുള്ള കുട്ടികൾ എന്ന് പറയുന്ന കുട്ടികൾ ആരാണ് എന്ന് വിശദീകരിക്കുന്നു.
ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഇസ്ലാമിലെ സ്വർഗം എത്രമേൽ അയുക്തികമാണ് എന്നുള്ളതിൻ്റെ, എത്രമേൽ യുക്തിരഹിതമായിട്ടുള്ള വാദമാണ് ഇദ്ദേഹം ഉയർത്തുന്നത് നോക്കൂ. അള്ളാഹു നീതിമാനാണ് എന്ന് പറയുന്നതിനെ കടക്കൽ കത്തിവെക്കുന്ന വിശദീകരണമാണ് വിൽദാനുൻ മുഹല്ലദൂൻ എന്ന് പറയുന്നതിന് ഷുഹൈബുൽ ഹൈത്തമി ഇവിടെ കൊടുക്കുന്നത്. ഒറ്റ കേൾവിക്ക് വിശ്വാസികൾക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം പോലെ തോന്നിയേക്കാവുന്ന, എന്നാൽ ദൂരവ്യാപകമായ ഇസ്ലാമിക സ്വർഗസങ്കല്പത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു വാദം ഷുഹൈബുൽ ഹൈത്തമി മുന്നോട്ട് വെക്കുന്നത് നോക്കൂ. വിൽദാനുൻ മുഹല്ലദൂൻ എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് ഭൂമിയിൽ മരണപ്പെട്ടു പോകുന്നവർ എന്ന് പറഞ്ഞാൽ ഗാസയിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളായിരിക്കും പോലും. നിങ്ങൾ കേൾക്ക്. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീക് വകഅസിൻ മിൻ മഈൻ. സ്വർഗ്ഗത്തിൽ കടന്നാൽ ഇടം വലങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കും, ബഹളങ്ങളുണ്ടാക്കി, ലഹളയുണ്ടാക്കി, കുതൂഹലങ്ങളുണ്ടാക്കി. അതും ഏത് കുഞ്ഞുങ്ങൾ? ഏത് കുഞ്ഞുങ്ങൾ? ഏത് കുഞ്ഞുങ്ങൾ? ഏതാണ് ആ കുഞ്ഞുങ്ങൾ? ഉസ്താദ് പറഞ്ഞുതരും, ശ്രദ്ധിച്ച് കേട്ടോളൂ വിശ്വാസികളെ. ഏതാണ് ആ വിൽദാനും മുഖല്ലദൂൻ? പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ബാലികാബാലന്മാർ എന്ന് പറഞ്ഞാൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ, സിറിയയിലെ കുഞ്ഞുങ്ങൾ, യമനിലെ കുഞ്ഞുങ്ങൾ. ഞാൻ തുടങ്ങിയിടത്തേക്ക് പോയി അവസാനിപ്പിക്കട്ടെ. മേപ്പാടിയിലെ ചൂരൽമലയിലെ കുഞ്ഞുങ്ങൾ. ഇസ്ലാമിന് ഉത്തരമില്ലാതില്ല. വെള്ളത്തിൽ പെടുന്നതിനെ ഒലിച്ചുപോയ കുട്ടികൾ സ്വർഗത്തിലെ വാളണ്ടിയേഴ്സാണ്. ഇസ്രായേലിന്റെ മിസൈലിൽ കരിഞ്ഞുപോയ കുട്ടികൾ സ്വർഗത്തിലെ വാളണ്ടിയേഴ്സാണ്. സിറിയയിൽ ഐലൻഡ് കുർദിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? കമിഴ്ന്ന് കിടക്കുന്ന ആ ഒരു ഞെട്ടറ്റ് വീണ പൂ പോലെയുള്ള കുരുന്ന്, ആ കുരുന്ന് നേരത്തെ പോയത് സ്വർഗത്തിലെ വളണ്ടിയറായി പോയതാണ്. ഇതല്ലേ ഇസ്ലാമിന്റെ വിശ്വാസം? ഇതാണ് പോലും ഇസ്ലാമിന്റെ വിശ്വാസം. നോക്കൂ നിങ്ങൾ, ഇതാണ് പോലും ഇസ്ലാമിന്റെ സ്വർഗവിശ്വാസം. അപ്പൊ സ്വർഗത്തിലുള്ള മുത്തുമണികളെ പോലെ പരിചാരകരായി ഓടിക്കളിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജന്മം എടുക്കുകയും ജീവിതം പൂർത്തീകരിക്കാനാവാതെ നീതി നിഷേധിക്കപ്പെടുകയും ചെയ്ത കുഞ്ഞുങ്ങൾ, ഇവിടെ അകാലത്തിൽ പൊലിഞ്ഞുപോയ നിങ്ങളുടെ മക്കൾ, അവർ നാളെ സ്വർഗത്തിൽ സുഖിച്ച് രമിക്കുന്ന പുരുഷന്മാർക്ക് വെള്ളവും മദ്യവും പകർന്നു കൊടുക്കുന്ന ഭൃത്യന്മാരെ പോലെ, പരിചാരകന്മാരെ പോലെ ആയിരിക്കുമെന്ന് ഇസ്ലാമിലെ സ്വർഗ വിവരണം എന്ന രീതിയിൽ ഷുഹൈബുൽ ഹൈത്തമി പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ ബോധ്യത്തിന് ചേരുന്നുണ്ടോ? നിങ്ങളുടെ അള്ളാഹു നിങ്ങൾക്കും അകാലത്തിൽ മരണപ്പെട്ടു പോയ നിങ്ങളുടെ മക്കൾക്കും നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നീതി ഇതാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. വേറെ ഒന്നുമില്ല. അതായത് അള്ളാഹു ഏറ്റവും നീതിമാനായിട്ടുള്ള ഒരാളാണ് എന്നാണ് പറയുന്നത്. അള്ളാഹുവാണ് നീതി നടപ്പിലാക്കുക. അപ്പൊ ഇവിടെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് മരിച്ചു പോകുന്ന കുട്ടികൾ അവിടെ സ്വർഗത്തിൽ പരിചാരക വേഷം കെട്ടി ആളുകൾക്ക് താലോലിക്കാനും അവരുടെ കൗതുകത്തിനും വേണ്ടി സ്വർഗത്തിൽ സുഖിച്ച് രമിച്ച് നടക്കുന്ന മൊയ്ലിയന്മാർക്ക് താഴെ അവർക്ക് വെള്ളവും അവർക്ക് കപ്പലണ്ടി മിഠായിയും എടുത്തു കൊടുക്കാൻ നടക്കുന്ന കുട്ടികളായിരിക്കും എന്ന ഈ വിശേഷണം അള്ളാഹു നീതിമാനാണ്, അള്ളാഹു നീതി നടപ്പിലാക്കും എന്ന് പറയുന്ന വാദത്തോട് ചേർന്ന് പോകുന്നുണ്ടോ? അതാണോ അള്ളാഹു നടപ്പിലാക്കാൻ പോകുന്ന നീതി? എനിക്കറിയായിട്ട് ചോദിക്കാം. ഇവിടെ 14 വയസ്സ് വരെ ജീവിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ അറിഞ്ഞ് ജീവിതത്തിന്റെ ഏകദേശ സ്വഭാവം മനസ്സിലാക്കിയതിനു ശേഷം ഇസ്ലാമിക ദൃഷ്ട്യാ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മരണപ്പെട്ടു പോയ ഒരു കുട്ടി അവിടെ ഇവിടുത്തെ വലിയ വലിയ ദാഴിമാർക്ക് വിൽദാനുൻ മുഹല്ലദൂന്റെ കൂട്ടത്തിൽ ഓടിക്കളിക്കുന്ന അവരുടെ കൗതുകത്തിന്, അവരുടെ ഹൂറിമാരുടെ കൂടെ അവർ രമിക്കുമ്പോൾ അവരുടെ മദ്യം ചഷകങ്ങളുമായിട്ട് അവരുടെ പരിചാരകർ അവർക്ക് ചുറ്റുമിരിക്കുമ്പം അവർക്കിടയിലൂടെ ഓടിക്കളിക്കുന്ന, കലവില ഉണ്ടാക്കി കളിക്കുക എന്നതാണോ അള്ളാഹു അവർക്ക് നാളെ നടപ്പിലാക്കാൻ പോകുന്ന നീതി? ആണോ? ആണെങ്കിൽ വിശ്വാസികൾ പറയും. അകാലത്തിൽ മരണപ്പെട്ടു പോയ, അപകടങ്ങളിൽപ്പെട്ട് മരിച്ചുപോയ മുസ്ലിം കുട്ടികളുടെ കാര്യം കേട്ടോ. ആ മുസ്ലിം കുട്ടികൾക്ക് അതിനുള്ള സാധ്യതയില്ല. ഇനി മുസ്ലിം കുട്ടികൾക്ക് ഇതാണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന നീതി? അപ്പൊ നിങ്ങൾ ഇത്ര കാലം ആളുകളെ പറഞ്ഞു പറ്റിക്കായിരുന്നോ? വിശ്വാസികൾ ആലോചിച്ചാൽ മതി. അപ്പൊ കുഞ്ഞുങ്ങളും ഉണ്ട്. സ്വർഗസങ്കല്പം അങ്ങനെയായിരിക്കും. ഞാൻ ഷോർട്ടാക്കുകയാണ്. ഇവിടെ കൊണ്ടുപിടിച്ച ഒരു ഫേക്ക് ക്യാമ്പയിനാണ്. മാപ്പിളാര് പറയുന്ന സ്വർഗത്തിൽ ഇടത്തോട്ട് നോക്കിയാൽ പാലിന്റെ പുഴ, വലത്തോട്ട് നോക്കിയാൽ തേനിന്റെ പുഴ, മുമ്പോട്ട് നോക്കിയാൽ മാറ് തുറന്ന പെണ്ണുങ്ങൾ. അത് അവരുടെ സ്വപ്നമാണ്. ആരുടെ സ്വപ്നം? സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ മുഹമ്മദിന്റെ സ്വപ്നമാണ്. മുഹമ്മദിന്റെ അനുചരന്മാർ അതിൽ ആകൃഷ്ടരാകും എന്ന മുഹമ്മദിന്റെ ബോധ്യമാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെ നടക്കുന്ന കൊള്ളയ്ക്കും അക്രമത്തിനും കൂടെ കൂടിയ സംഘാംഗങ്ങളുടെ മനോനിലക്കനുസരിച്ചും അദ്ദേഹത്തിന്റെ മനോവ്യവഹാരങ്ങൾക്കനുസരിച്ചും മുഹമ്മദിന്റെ ഭാവനയിൽ വിരിഞ്ഞത് മാത്രമാണ് ഇസ്ലാമിലെ സ്വർഗം. ഇസ്ലാമിലെ സ്വർഗം ഇവിടുത്തെ ഇസ്ലാം വിമർശകരുടെ സ്വപ്നമാണ് എന്ന് പറയണമെങ്കിൽ ഇസ്ലാമിലെ സ്വർഗം നമ്മളാണോ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നത്? നമ്മളാണോ അതിൻ്റെ ആർക്കിടെക്ട്സ്? നമ്മളാണോ അതിൻ്റെ എഞ്ചിനീയേഴ്സ്? ആണോ? ഇത് മുഹമ്മദിന്റെ ഭാവനയിൽ വിരിഞ്ഞത്, മുഹമ്മദിന്റെ അനുചരന്മാർക്ക് എന്താണ് വേണ്ടത് എന്ന് മുഹമ്മദ് മനസ്സിലാക്കിയത്, മുഹമ്മദിന്റെ പൂതി, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇസ്ലാമിലെ സ്വർഗം. വെറുതെ വിശ്വാസികളെ ഈമാൻ കളയില്ല ഷുഹൈബുൽ ഹൈത്തമി. അള്ളാന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഷുഹൈബുൽ ഹൈത്തമി അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിനെ തള്ളിപ്പറയുകയും സ്വർഗത്തിന് പുതിയ പെയിന്റ് അടിക്കുകയും ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. മറിച്ച് ഒരു പൂർത്തീകരണത്തിന് തീർച്ചയായും സ്വർഗത്തിൽ പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള,
കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പാനീയം ഉണ്ട്. അത് അതിൻ്റെ പെർഫെക്ഷനാണ്. 4 ഭാഗത്തും അതല്ല, 4 ഭാഗത്തും അതാണെങ്കിൽ അത് അഭംഗിയായനെ. കുടിക്കുന്ന മൊത്തം അതൊന്നുമല്ല. അല്ല, അവിടെ പച്ചവെള്ളമൊക്കെ കിട്ടും. അവിടെ പൊന്നാരക്കൂട്ടരെ മദ്യം പച്ചവെള്ളം പോലെയാണ്. കാരണം അതിന് ദുർഗന്ധം ഉണ്ടാവില്ല, സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല, ഉന്മാദം അതായത് ലഹരി ബാധിക്കില്ല. അങ്ങനത്തെ മദ്യപ്പുഴയാണ്. പിന്നെ പാലിൻ്റെ പുഴ, തേനിൻ്റെ പുഴ എന്നൊക്കെ പറയുന്നത് ചില പ്രത്യേക ഒക്കേഷൻസിൽ മാത്രമുള്ളതാണ്. എല്ലായിടത്തും ഇതാണെന്നല്ല. അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല തമ്മി. ഇതൊക്കെയാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതായത് മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ സ്വപ്നത്തിൽ മാത്രം കാണാൻ കഴിയുന്ന, അതേ സമയത്ത് ആ കാലഘട്ടത്തെ ആളുകളുടെ അറിവിലുള്ളതുമായിട്ടുള്ള വിഭവങ്ങളാണ് സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ. ലളിതമായിട്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ വെറുതെ അത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. സ്വർഗത്തിൽ സ്ത്രീകളുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകൾ നിർബന്ധമാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാർ നിർബന്ധമാണ്. സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെന്തേ പറയേണ്ടത്? 10 വെറ്റ തള്ളയുണ്ട് എന്നാണ് പറയേണ്ടത്? അല്ലല്ലോ. ഉടയാത്ത ശരീരമുള്ള സ്ത്രീകളുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതാണ് ഡീസൻസി. നിങ്ങൾ ഇത്ര അങ്ങോട്ട് ഡീസൻസി ആണ്ട. ഉടയാത്ത ശരീരം എന്നാ പറഞ്ഞത് ആണോ? സ്ത്രീകളുണ്ട്, സ്ത്രീകൾ വേണം, പുരുഷന് സ്ത്രീയും വേണം, സ്ത്രീക്ക് പുരുഷനും വേണം. ആയിക്കോട്ടെ, അതിന് നിങ്ങൾ ഉടയാത്ത ശരീരം നിങ്ങൾക്ക് എവിടെ നേട്ടി? അപ്പം ഇനി ചോദിക്കും, കയ്യും തലയും നെഞ്ചും ഒക്കെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയല്ലേന്ന്. നിങ്ങൾ ഡീസൻസിക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ അള്ളാഹിൻ്റെ ദീന് പറയുമ്പോൾ നിങ്ങളെ പ്രത്യേക ഡീസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് അള്ളാഹ് പറഞ്ഞതുപോലെ, മുഹമ്മദ് നബി വിശദീകരിച്ചതുപോലെ പറയാൻ കെൽപ്പുള്ള ത്രാണിയുള്ള മൂല്യന്മാർ നമ്മളുടെ ഇടയിൽ ഇന്നുണ്ട്. ഹൈത്തമി, നിങ്ങൾക്ക് നാണക്കേടുണ്ട് എന്ന് തോന്നിയിട്ട് എല്ലാ മൂല്യന്മാർക്കും ഉണ്ടോ? ഇല്ലല്ലോ. അള്ളാഹ്ക്ക് ലജ്ജയില്ല എന്ന് അള്ളാഹ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഒരു ലജ്ജയില്ല. പറയാനുള്ളത് അള്ളാഹ് ശരിക്കും വെടിപ്പായിട്ടാണ് പറയും. അള്ളാഹ്ക്ക് ലജ്ജയില്ല എന്ന് അള്ളാഹ് പറഞ്ഞു തന്ന കാര്യങ്ങൾ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഇങ്ങനെ ലജ്ജിക്കുകയും നാണിക്കുകയും മാറിടം എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ സ്തനങ്ങൾ എന്ന് പറയുന്നതിനെ നിങ്ങൾ ശരീരം എന്നർത്ഥം വെക്കുക ചെയ്യുന്നത് ശരിയാണ് അല്ല എന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നിങ്ങളെ നമ്പിയാൽ സ്വർഗത്തിൻ്റെ യഥാർത്ഥ ചിത്രം കിട്ടൂലാത്തത് കൊണ്ട് ഞാൻ ഒരാളെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി മാത്രം ഗസ്റ്റ് റോളിൽ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടോളി. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അല്ലാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. വകവായിബ അതറാബാ, നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അല്ലാഹു തരും. അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ ആയിത്തമ്മി, നിങ്ങൾ ഒരാൾക്ക് നിങ്ങൾക്ക് നാണാണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര ഡീസൻസി. ഇതിലെന്തത്ര ഡീസൻസി? അല്ല പറഞ്ഞല്ലേ ഖുർആനിൽ? അല്ല ഖുർആൻ പറഞ്ഞതാണ്. ഇപ്പോൾ അബൂബക്കർ ഖാസിമി പറഞ്ഞത്. എടാ അവിടെ ശരീരം, നിങ്ങൾ ആൾ തിരക്കടില്ലല്ലോ. അള്ളാഹിൻ്റെ ഖുർആനെ തോന്നിയ പോലെ അർത്ഥം വെക്കുക. ആയിത്തമ്മി, ആവശ്യമായി വന്നാൽ അബൂബക്കർ ഖാസിമി ഇതിൻ്റെ അവസാനം ഈ ഭാഗം നമുക്കൊന്നുകൂടി വിശദീകരിച്ചു തരും, ആവശ്യം വന്നാൽ മാത്രം. അതേസമയം അവിടെ ചോദ്യം വരും, ഉടയാത്ത ബോഡിയുള്ള പുരുഷന്മാരുണ്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്ത്രൈണതയും പൗരുഷവും രണ്ടായത് കൊണ്ടാണ്. സ്ത്രീയുടെ ആഗ്രഹം മനസ്സിൽ ഒളിപ്പിക്കുന്നു. ആ മാന്യത അള്ളാഹുവും കീപ്പ് ചെയ്തു. പുരുഷൻ സുഹൃത്തുക്കളോടെങ്കിലും പങ്കുവെക്കും കാര്യങ്ങൾ. ആ പുരുഷന്റെ പ്രകൃതം അള്ളാഹുവും അതേപടി പറഞ്ഞു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. പൊന്നാര ചങ്ങായെ, നരമ്പിനെന്തോ ചെറിയ അസ്ക്യത ഉള്ള ഒരാളാണ് അള്ളാഹു എന്നല്ലേ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ? സ്വന്തം സൃഷ്ടിയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത, ഞരമ്പിന് ചെറിയൊരു അസ്ക്യതല്ല, ഒരു പുരുഷ പ്രകൃതമാണ് അള്ളാഹുവിൻ്റേത് എന്നല്ലേ ഹൈത്തമി പറഞ്ഞതാണ് ഖുർആനിൽ പറഞ്ഞ സ്വർഗത്തിൻ്റെ അർത്ഥമെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുക അല്ലേ? പുരുഷന്റെ പ്രകൃതത്തിനനുസരിച്ച് സ്ത്രീകളെ ഒരുക്കി വെച്ച അള്ളാഹു, പുരുഷന്റെ അധീനതയിൽ പുരുഷനെ അനുസരിച്ച് ജീവിക്കലാണ് ഉത്തമയായ സ്ത്രീയുടെ ഗുണം എന്ന് നിർബന്ധം പിടിച്ച അള്ളാഹു. അള്ള പറഞ്ഞതിൻ്റെ പേരില സ്ത്രീകൾ മിണ്ടാണ്ടിരിക്കുന്നത്. അള്ള പറഞ്ഞതിൻ്റെ പേരിലാണ് സ്ത്രീകൾ പുരുഷനെ അനുസരിച്ച് കീഴൊതുങ്ങി നിൽക്കുന്നത്. അള്ള പറഞ്ഞതിൻ്റെ പേരിലാണ് പോലും. എന്നിട്ട് നിങ്ങൾ പറയാ അവിടെ ചെന്നാലും അള്ള ഈ പ്രകൃതം നിലനിർത്തുന്നതാണോ? സ്ത്രീകളെ, പൊന്നാര സ്ത്രീകളെ, നിങ്ങളെ കാര്യം ആലോചിച്ചു. ഇതിനെ നേരെ വിപരീതമായിട്ടുള്ള ഒരു വാദം ഇതിന്റെ അവസാനം ഹൈത്തമി തന്നെ പറയും. ഹൈത്തമിയുടെ ഈ വാദം ഹൈത്തമി തന്നെ പൊളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും പുരുഷന്റെ പ്രകൃതവും സ്ത്രീയുടെ പ്രകൃതവും അനുസരിച്ചാണ് അള്ളാഹു സ്വർഗത്തിൽ. അത് വേറെ കഥയാണ്, നമുക്ക് പറയാം. ഞാൻ ഈ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തതാണ്, സ്വർഗത്തിലെത്തിയ പാട് വിളമ്പുന്ന ആ പാനീയത്തെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞറിയോ? ഇഞ്ചി ജ്യൂസാണെന്ന് പറഞ്ഞത്. ഇവർ ഇഞ്ചി ജ്യൂസ് കുടിക്കാനാണോ ഇത്രയും മെനക്കെടുന്നെന്ന് ചിന്തിക്കേണ്ട. അത് അവിടെയുള്ള ഇഞ്ചിയും അത് കുടിക്കുമ്പോൾ രസം കിട്ടുന്നൊരു ബോഡിയും ഒരു മെറ്റബോളിസം ഉണ്ടാകും. അതും ഖുർആൻ പറഞ്ഞു. ഈ ശരീരഘടന ആയിരിക്കില്ല, ഈ ഡൈജഷൻ സിസ്റ്റം ആയിരിക്കില്ല, ഈ നിറവും ഈ ശരീരത്തിൻ്റെ ഈ മെറ്റബോളിസം ഒന്നും ആയിരിക്കില്ല. ഒക്കെ ഇതേ വ്യക്തിയെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു മാറ്റും എന്ന സൂറ വാഖിയ. നോക്കൂ നിങ്ങൾ, എല്ലാം മാറും. നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മാറും, നമ്മളുടെ മെത്തേഡ് മാറും, ശരീരം മാറും, കളർ മാറും, ആകാരഭംഗി മാറും. ഞങ്ങളുടെ സ്വകാര്യം പറയാം, ലിംഗവലിപ്പവും മാറും. പുരുഷന്റെ കൺസേൺ ആണല്ലോ, അതും മാറും. സ്ത്രീയുടെ പ്രായം മാറും, അവരുടെ ആകാര വടിവ് മാറും, ഭംഗി മാറും.
ഏതൊരു മൊലിയാർ പറഞ്ഞത് 90 വയസ്സുള്ള ഉമ്മാമയൊക്കെ 30 വയസ്സായ സുന്ദരിയായിട്ടാണ് വരിക എന്നാണ്. അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ന്യൂനതകളും അവിടെ പരിഹരിക്കപ്പെടും. ന്യൂനത മീൻസ് ഖുർആന്റെ ഭാഷയിലുള്ള ന്യൂനതകൾ. അപ്പൊ എല്ലാവരും സമപ്രായക്കാരായ തരുണികളായിട്ട്, സമപ്രായക്കാരായിട്ടുള്ള പുരുഷന്മാരുമായിട്ട് എല്ലാവരും ശരിയായ ആരോഗ്യത്തിലും എല്ലാ തികവോടും കൂടി അവിടെ വരും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സംഗതി മാത്രം മാറൂല. എന്താ അറിയത്? അത് സ്ത്രീയുടെ മാനസികാവസ്ഥ. സുഖാസ്വാദനവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ശാരീരിക ബന്ധം അല്ലെങ്കിൽ സെക്സ് ആയി ബന്ധപ്പെട്ട്, ലൈംഗികതയുമായി ബന്ധപ്പെട്ട സ്ത്രീയുടെ മാനസികാവസ്ഥക്ക് മാത്രം ഒരു മാറ്റമല്ല. അവിടെ സ്ത്രീകൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരു ഭർത്താവ് ധാരാളമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് അവിടത്തെ പോലെ തന്നെ ഇവിടെ മാനസികാവസ്ഥ മാറൂല, ബാക്കി എല്ലാ ഫീച്ചറും മാറും. എങ്ങനെയുണ്ട്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ സ്വർഗം രൂപകൽപ്പന ചെയ്ത പുരുഷനെ ഏതാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഇതിന് അവസാനം പറയും. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായ, ആളെ മനസ്സിലായെങ്കിൽ നിങ്ങളിപ്പോൾ പേര് കമന്റ് ബോക്സിൽ പേര് മാത്രം വേറെ ഒന്നും എഴുതരുത്. പിന്നെ അവിടെയുള്ള ഫ്രൂട്ട്സോ, അതും ഖുർആൻ എന്താ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല ഫ്രൂട്ട്സും സ്വർഗ്ഗത്തിലും കിട്ടും. ഞാനെന്താ പറഞ്ഞത്? ഡ്രീം വേൾഡ് അല്ല, റിയൽ ലൈഫാണ്. ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മംദൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫർശിൻ മർഫൂഅ. അങ്ങനെ പോകുന്നു. അവിടെ പറയുന്നത് എന്താണ്? ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഫ്രൂട്ട്സ്, ആപ്പിൾ, മുന്തിരി, വതൽഹിൻ മംദൂദ്, പഴുത്ത നേന്ത്രക്കായ്. സ്വർഗ്ഗത്തിലുള്ളത് ഏതോ സാധനങ്ങളല്ല, മുന്തിരി, ആപ്പിൾ, നേന്ത്രപ്പഴം, തൊൽഹുൻ മംദൂദ്. കൈതച്ചക്ക കിട്ടാൻ സാധ്യത കുറവാണ്. പൈനാപ്പിൾ, കാരണം അതിൽ മുള്ളുണ്ട്. പൈനാപ്പിൾ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അത് മാത്രമല്ല, അതിന് ചെറിയ ചൊറിച്ചിലുണ്ട്. അപ്പം അത്തരം പഴങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, അല്ല എൻ്റെ ഹൈത്തമിയെ, ആ പൈനാപ്പിളിൻ്റെ മുള്ളോട് ഒഴിവാക്കിയിട്ട് പൈനാപ്പിളോട് ഉണ്ടായിക്കൂടെ? ചില ആൾക്കാർക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോഴോ മുള്ളുള്ള പഴങ്ങൾ അല്ലെങ്കിൽ മുള്ളുള്ള ചെടിയിലുള്ള പഴങ്ങളാണെങ്കിൽ ആ ചെടിയെ അവിടെ നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരെ രൂപകൽപ്പന ചെയ്ത് പുതുക്കിക്കൊണ്ടിരുന്ന അള്ളാഹ്ക്ക് ആ പ്രത്യേക പഴമുണ്ടാകുന്ന ചെടിയിലെ മുള്ള് മാത്രമായിട്ട് മാറ്റിക്കൂടെ? എന്തിനാണ് ആൾക്കാരിങ്ങനെ വിഷമിപ്പിക്കുന്നത്? നല്ലോണം പൈനാപ്പിൾ തിന്നുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരാവശ്യമല്ലേ? അത് അള്ളാഹ് പരിഗണിക്കുന്ന ഞാൻ വിചാരിക്കണം. ഹൈത്തമിക്ക് എന്തോ തെറ്റുപറ്റിയതായിരിക്കും. ഇതൊക്കെയാണ് ഖുർആൻ എണ്ണി പറഞ്ഞ സാധനം. ഇത്രയും വലിയൊരു സങ്കല്പം ലൈഫ് ഖുർആൻ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഈ ഒരു ചെറിയ ദുർബലമായ വാദം, പാൽപ്പുഴ, മദ്യപ്പുഴ, തേൻപുഴ, അത് വേണ്ടവർക്ക് അതുമുണ്ട്. അത് ദുനിയാവിലില്ലാത്തത് കൊണ്ട് കൗതുകത്തിന് പറഞ്ഞു. അത് സ്പെഷ്യൽ ഭക്ഷണമാണ്, സ്വർഗ്ഗത്തിലെ സ്പെഷ്യൽ ഭക്ഷണമാണ്. അതെ, സ്വർഗ്ഗത്തിൽ അങ്ങനെ ചില സ്പെഷ്യൽ ഭക്ഷണമുണ്ട്. ഇവിടെ കിട്ടുന്നതൊക്കെ ഏതാണ്ട് അവിടെ കിട്ടും. അവിടെ ഉറുമാമ്പഴം പറഞ്ഞിട്ടുണ്ടാവും, ഈത്തപ്പഴം പറഞ്ഞിട്ടുണ്ടാവും, അത്തിപ്പഴം പറഞ്ഞിട്ടുണ്ടാവും, അതേപോലെ തന്നെയുള്ള കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അവിടെ ആ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ ചില വിശേഷാൽ ദ്രാവകങ്ങൾ നമുക്ക് കിട്ടും, ചില വിശേഷാൽ ഭക്ഷണങ്ങൾ കിട്ടും. അതുമായി ബന്ധപ്പെട്ട ആ ഒരു വിശേഷാവസരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. സ്വർഗത്തിൽ വെച്ച് അവിടെ എല്ലാ വിശ്വാസികളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ആദ്യത്തെ ആഘോഷം എന്ന രീതിയിൽ ഇസ്ലാമിക ലോകത്ത് പ്രചാരത്തിലുള്ള ഒരു കഥ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃക്കല്യാണം, തിരുകല്യാണമാണ്. അതായത് 3 കല്യാണം ഒറ്റ പന്തലിൽ, ഒറ്റ സ്റ്റേജിൽ. ആരാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കുക, ആരാണ് എന്താണ് മഹർ കൊടുക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നു. എന്തായാലും വിശ്വാസി സമൂഹം എല്ലാവരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ, നരകത്തിൽ നിലവിളി ആരംഭിച്ചു കഴിഞ്ഞാൽ, ഇനിയും ചില ആളുകൾ സ്വർഗത്തിനും നരകത്തിനും ഇടയിലെ മതിൽക്കെട്ടിലൂടെ, അതായത് ഈ മീസാൻ തൂക്കുന്ന സമയത്ത് തെറ്റും ശരിയും ഒക്കെ അല്ലെങ്കിൽ നന്മ തിന്മകൾ തുലവും കൃത്യം വന്ന ആളുകളെ സംബന്ധിച്ച് തൽക്കാലം അവരെ ഒരു മതിലിൻ്റെ മുകളിൽ നിർത്തും എന്നാണ്. സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു മതിൽക്കെട്ടിന് മുകളിൽ നിർത്തും എന്ന് പണ്ട് സമദാനി വയൽ പറഞ്ഞ ഓർമ്മയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് തെറ്റാണെങ്കിൽ സമദാനിയോട് ചോദിച്ചാൽ. അപ്പോൾ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ആഘോഷം എന്ന് പറയുന്നത് മുഹമ്മദ് നബിൻ്റെ കല്യാണമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത്, ഇയാൾ ഇത് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് തീർത്തിട്ട് ഇനി അവിടെ ചെന്ന് വീണ്ടും കല്യാണമാണോ എന്നാണ്. ഖദീജ സ്വർഗത്തിലായിരിക്കുമോ? ഖദീജ സ്വർഗത്തിലുണ്ടെങ്കിൽ ഈ കല്യാണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കണം. കാരണം ഖദീജക്ക് മുഹമ്മദിൻ്റെ കല്യാണത്തിൻ്റെ അസ്കത തുടങ്ങുന്നതിന് മുമ്പ് പരലോകം പൂകി. അതുകൊണ്ട് ഇനി മുഹമ്മദിനെ അവിടെ കണ്ടുകിട്ടുകയാണ്, കാത്തിരിക്കുകയാണ് ഖദീജ. ആ ഖദീജയെ സ്വർഗത്തിൽ വെച്ചാണോ മുഹമ്മദ് നബി കണ്ടുമുട്ടുന്നത് അല്ലേ എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. ഖദീജ സ്വർഗത്തിലായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച്. അങ്ങനെയെങ്കിൽ ആ ഖദീജയുടെ മുന്നിൽ, ആയിഷയുടെ മുന്നിൽ ഇവരൊക്കെ ഇരിക്കുന്ന സ്വർഗത്തിൽ ആദ്യമായിട്ട് വിശ്വാസി സമൂഹത്തെ അല്ലെങ്കിൽ സ്വർഗത്തിലെത്തപ്പെട്ട എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ ആഘോഷം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ തൃക്കല്യാണമാണ്. ആ കല്യാണത്തിൽ മുഹമ്മദ് കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാണ്? അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ മാതാവിനെ അവർ കല്യാണം കഴിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആ ഹദീസിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പോട്ടെ. ഞാൻ പറയുന്നത് 3 കല്യാണങ്ങളാണ്, 3 വ്യക്തികളെ, 3 സ്ത്രീകളെ അവിടെ മുഹമ്മദ് നബി കല്യാണം കഴിക്കും എന്നൊരു കഥയുണ്ട് ഇസ്ലാമിക വിശ്വാസത്തിൽ. സ്വർഗത്തിൽ കടന്നപാട്
ഒരു കല്യാണത്തിനാണ് നമ്മൾ സംബന്ധിക്കുക. ഹദീസിൽ കാണാം, ആസിയ ബീവിയെയും മറിയം ബീവിയെയും പുണ്യനബി നിക്കാഹ് ചെയ്യുന്ന തൃക്കല്യാണം, തിരുകല്യാണം. അതിൻ്റെ ഭക്ഷണം ഹദീസിലുള്ളത് കടൽ മത്സ്യത്തിൻ്റെ കരൾ വേവിച്ചതും തസ്നീം അരുവിയിലെ പാനീയവും. കാരണം അതൊരു കല്യാണമാണ്. കല്യാണത്തിന് പൊതുവെ ആരും പച്ചവെള്ളത്തിൽ പഞ്ചസാരയും ഉള്ളിയും മുറിച്ചിട്ട് കൊടുക്കാറില്ല ഇപ്പോൾ പൊതുവെ. അപ്പോൾ അവിടെ പിസ്ത വെള്ളം വരും, ജ്യൂസ് വരും. ആ സ്ഥാനത്ത് തസ്നീം അരുവിയിലെ പാനീയം. അതിനെ വിശദീകരിച്ചപ്പോഴാണ് പറഞ്ഞത് കസ്തൂരിയേക്കാൾ സുഗന്ധം, പാലിനേക്കാൾ വെണ്മ, തേനിനേക്കാൾ മധുരം. അത് കല്യാണത്തിനും ഒക്കേഷൻസിനും വിശേഷാൽ സന്ദർഭങ്ങളിലും വിളമ്പപ്പെടുന്ന പാനീയമാണെന്ന് ഹദീസിൽ കൃത്യമായി പറയുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന ഈ തൃക്കല്യാണം കഴിഞ്ഞാൽ ആരും അവിടെ ഈ പാനീയങ്ങളും അതേപോലെ തന്നെ പൊരിച്ച മീനിൻ്റെ കരളും ഒക്കെ കഴിച്ച് സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉടനടി അവരുടെ കൂടാരങ്ങളിലേക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകണം. അവിടെ മുഹമ്മദ് നബിനോട് വർത്താനം പറഞ്ഞും 3 പുതിയണ്ണുങ്ങളെ കാണാനും കുശലം പറയാനും വേണ്ടിയിട്ട് അവിടെ നിങ്ങളിങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞ് ഇരിക്കരുത്. മുഹമ്മദ് നബിക്ക് അത് ബുദ്ധിമുട്ടാണ്. മുഹമ്മദ് നബിക്ക് നിങ്ങളോട് നിങ്ങൾ അവരവരെ കൂടാരത്തിലേക്ക് പോകൂ എന്ന് പറയാൻ ഒരു പക്ഷേ ലജ്ജയുണ്ടാവുകയും അള്ളാഹു പിന്നെയും സ്വർഗത്തിൽ ഖുർആൻ വചനം അവതരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തൃക്കല്യാണത്തിൽ കൂടിയാൽ പൊരിച്ച മീനിൻ്റെ കരളും ഈ പറയപ്പെടുന്ന അരുവിയിലെ പാനീയവും ബാക്കി സുഭിക്ഷമായ ഭക്ഷണവും ആഘോഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചാൽ വരിക, ഭക്ഷണം കഴിക്കുക, അവരവരുടെ കൂടാരത്തിൽ അവരവരുടെ ഹൂറികളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും നിങ്ങൾ സ്വർഗത്തിലും ഇടങ്ങേറാക്കരുത്. അക്കാര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ഞാൻ ചെയ്യുകയാണ്, ഒരു നസീഹത്തായിട്ട് നിങ്ങൾ എടുക്കണം. സ്വർഗത്തിൽ പോകണോല് എൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ അവിടെ ഈ ഖുർആൻ ഇറക്കിയിട്ട് ജീവിതം ദുരിതത്തിലാക്കാനുള്ള ഇട നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരാണ് ഈ കല്യാണം കഴിക്കപ്പെടുന്ന ആളുകൾ? ആരൊക്കെയാണ് മുഹമ്മദ് നബി തൃക്കല്യാണം തിരുകല്യാണത്തിൻ്റെ ഭാഗമായി കല്യാണം കഴിക്കുക? ഇത് ഖുർആനിൽ വിശദീകരിക്കപ്പെട്ട കഥകളിലെ ഒരാളുടെ ഭാര്യ, ഒരാളുടെ മാതാവ്, ഒരാളുടെ പെങ്ങൾ, ഇങ്ങനെയാണ് ഈ കഥ എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അതിൽ മാതാവ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, കന്യകയായി ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വിശേഷാൽ മഹദിയായ മറിയം ബീവിയാണ്. ഈസാ നബിയുടെ മാതാവായ മറിയം ബീവിയാണ് അതിൽ ഒരു വധു. രണ്ടാമത്തെ വധു മൂസാ നബിയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഉള്ളത് ഫിറഔനിൻ്റെ ഭാര്യയായ ഒരാളാണ്. അപ്പോൾ മൂസാ നബിൻ്റെ പെങ്ങളും ഫിറഔനിൻ്റെ ഭാര്യയും ഈസാ നബിൻ്റെ ഉമ്മാനെയും മുഹമ്മദ് നബി സ്വർഗത്തിൽ വെച്ച് തൃക്കല്യാണം നടത്തും എന്നൊക്കെ എഴുതപ്പെട്ട ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഹദീസിൻ്റെ ശകലങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും അങ്ങനെ അഭിപ്രായപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞത്. തൃക്കല്യാണം തിരുകല്യാണം, സ്വർഗപ്രവേശത്തിന് ശേഷം ഏറ്റവും ആദ്യം നടക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കല്യാണത്തിൻ്റെ കഥ. അവിടെ വിളമ്പുന്ന വിശേഷാൽ പാനീയവും വിശേഷാൽ ഭക്ഷണവുമാണ് പൊരിച്ച മീനിൻ്റെ കരളും, അതേപോലെ തന്നെ ഈ പാലിനേക്കാൾ നിറവും തേനിനേക്കാൾ മധുരവും കസ്തൂരിയേക്കാൾ സുഗന്ധവുമുള്ള പാനീയം. മുത്തുനബിൻ്റെ കല്യാണമാണേ, അതുകൊണ്ട് അത് സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവമാണ്. അതെല്ലാ ദിവസവും അങ്ങനെ പുഴയിൽ ഒഴുകും എന്നൊന്നും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് ഹൈത്തമി പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഹൈത്തമി ഇതാകെ കുളമാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നാലത്തെ ഹൂർലിങ്ങളുടെ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് പൊതുവെ ആലിമീങ്ങൾ, മുൻഗാമികളായ ആലിമീങ്ങൾ അധികം പറഞ്ഞത് കാണാറില്ല. ഏത് വിഷയം? എല്ലാവരും പറയുന്ന ഒരു ഉത്തരം ഇതാണ്, സ്വർഗത്തിൽ ആഗ്രഹിച്ചത് മൊത്തം കിട്ടുമെന്നാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്. ആഗ്രഹിക്കുന്നത് മൊത്തം കിട്ടുമെങ്കിൽ ധാർമ്മികത തള്ളിക്കൊണ്ടുവരുന്ന ആളുകളോട് അതേ സാധനം സ്വർഗത്തിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടുപോകും ഉസ്താദേ. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്തും സ്വർഗത്തിൽ കൊടുക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം നരകമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് നമ്മളിപ്പോൾ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും എന്ന് പറയുന്ന സ്വർഗത്തിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിന് പുതിയ തരത്തിൽ, അതാണ് പഴയ പണ്ഡിതന്മാരൊന്നും അങ്ങനെ അഭിപ്രായപ്പെട്ടത് കണ്ടിട്ടില്ല. പുതിയ പണ്ഡിതന്മാരിൽ പലരും നമുക്കറിയാവുന്ന, നമുക്ക് അംഗീകരിക്കാവുന്ന പുതിയ പല പണ്ഡിതന്മാരും ഹൂറുൽ ഈൻ എന്ന പദത്തെ പ്രത്യേകമായിട്ട് പുതിയതായിട്ട് വ്യാഖ്യാനിക്കുന്നതായിട്ട് ഹൈത്തമിക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ പുരുഷനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന സ്ത്രീ വർണ്ണനകളെ അത് കേവലമായ സ്ത്രീ എന്ന പരികൽപ്പനയിൽ നിന്ന് മാറ്റി അത് ആണിനും പെണ്ണിനും എന്ന് ഓഹരി വെക്കാൻ പോവുകയാണ് ഷുഹൈബുൽ ഹൈത്തമി. നിങ്ങൾ കേട്ടോളി, ആണുങ്ങളെ നിങ്ങൾ പെട്ട് നിങ്ങളെ പോലും പറഞ്ഞു പറ്റിക്കായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീ മനസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ലൈംഗിക വികാരങ്ങളും കാമ സ്വപ്നങ്ങളും അവരുടെ ആ ഒരു ഫാൻറ്റസീസ്, അത് പൊതുവെ മാന്യതയുള്ള സ്ത്രീകൾ പുറത്തു പറയാറില്ല, സ്വകാര്യതയായി വെക്കാറാണ്. ആ നാച്ചർ ഖുർആൻ അതേപടി കാത്തു സൂക്ഷിച്ചു. പുരുഷൻ്റേത് ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. എങ്ങനെയുണ്ട്? നിങ്ങൾ ഉത്തമയായ സ്ത്രീകൾ പുരുഷനെ അനുസരിക്കുന്നവരാണെന്നും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണമെന്നും പഠിപ്പിച്ച മതം, അള്ളാഹു പറഞ്ഞതല്ലാത്തതൊന്നും പരലോകത്തെക്കുറിച്ച് നമുക്ക് അറിയൂല എന്ന് പഠിപ്പിക്കുന്ന അതേ മതം സ്ത്രീകളോട് പറയാണ്, നിങ്ങൾക്ക് എന്താണ് എന്ന് നിങ്ങൾ നാട്ടിലൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ മൂടി വെക്കുകയല്ലേ പതിവ്, അതുകൊണ്ട് അള്ളാഹു അത് മറച്ചു പിടിച്ചു എന്ന്. പൊന്നാരൻ്റെ അയിത്തമയെ, സ്ത്രീകൾക്ക് എന്താണ് കിട്ടുക എന്ന് സ്ത്രീകളോട് ഖുർആൻ പറഞ്ഞു കൊടുത്താലേ സ്ത്രീകൾക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കൂലേ ഞങ്ങൾക്ക് എന്താ കിട്ടുകയെന്ന്.
അപ്പോൾ അത് അള്ളാഹ് നിങ്ങൾക്ക് എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നിങ്ങളെ ആഗ്രഹങ്ങളൊന്നും പൊതുവേ ഫ്രണ്ട്സിനോടൊന്നും പറയാറില്ലല്ലോ. നിങ്ങൾ പൊതുവേ നിങ്ങളുടെ ലൈംഗിക ആഗ്രഹങ്ങളൊക്കെ മൂടി വെക്കാറല്ലേ പതിവ്. അതുകൊണ്ട് അള്ളാഹ് ഇത് മൂടി വെച്ചു എന്ന് നിങ്ങൾക്ക് സ്ത്രീകളോട് പറയാനുള്ള ഉത്തരം ആണോ ഹൈത്തമി? ആണോ? ഇത് എന്ത് എടങ്ങേറാക്കലാണ്? സ്ത്രീകൾ പൊതുവെ സ്നേഹം കൊടുക്കുന്ന സംതൃപ്തിയുള്ള ഒരു ഭർത്താവിനെ ലഭിച്ചാൽ ഒരിക്കലും മറ്റൊരു ബന്ധത്തിന്, പരബന്ധത്തിന് സ്ത്രീകൾ ആവശ്യപ്പെടേണ്ടി വരുന്ന വിധം അങ്ങനെ ഒരു മനസ്സ് അവർക്കില്ല. സ്ത്രീകൾ അങ്ങനെ ഒരു വേലി ചാടി പോകുന്ന അവസ്ഥയിൽ വരാറുള്ളത് ഒന്നുകിൽ സ്വന്തം പങ്കാളിയെക്കുറിച്ച് അഭിപ്രായമില്ല, മാനസികമായ പ്രശ്നങ്ങളുണ്ട്, സ്നേഹം കിട്ടുന്നില്ല, വഴക്കാണ്, തല്ലാണ്, പല പ്രശ്നങ്ങളുമാണ്. അത്തരം സന്ദർഭങ്ങളിലാണ്. അല്ലെങ്കിൽ ഞാനത് ഡീറ്റെയിൽ പറയുന്നില്ല, മനസ്സിലാക്കാൻ പറ്റും. ശാരീരികമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എന്താ കഥ? അപ്പം അതുകൊണ്ട് ഈ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഖുർആൻ പൊതിഞ്ഞു വെച്ചു. സ്ത്രീകളെ പ്രത്യേകമായി സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഓഫർ അള്ളാഹ് ഒളിപ്പിച്ചു വെച്ചു. അള്ളാഹ് മറച്ചു വെച്ച് കണ്ടോ. സ്ത്രീകളുടെ ഒരു പ്രകൃതമനുസരിച്ച് സ്ത്രീകളുടെ താല്പര്യങ്ങൾ അവർ പൊതുവിൽ ഇങ്ങനെ മൂടി സൂക്ഷിക്കുന്നതായതുകൊണ്ട് അള്ളാഹ് മൂടി വെച്ചു. അള്ളാഹ് മൂടി വെച്ച രഹസ്യത്തെയാണ് ഇനി ഇവിടെ ഷുഹൈബുൽ ഹൈത്തമി പരസ്യപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇത് രണ്ട് വൈരുദ്ധ്യങ്ങളാണ് വരുന്നത്. ഒന്ന്, സ്ത്രീയുടെ ഇതേ പ്രകൃതം, ഇതേ മാനസികാവസ്ഥയായിരിക്കും അവിടെ സ്വർഗത്തിലെത്തിയാലും എന്ന് പറയുന്നു. ഇവിടുത്തെ സ്ത്രീകളെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ ആ കാര്യം തന്നെ തെറ്റാണ്, പൂർണ്ണമായി തെറ്റാണ്. രണ്ടാമത്തത്, ഇതാണ് സ്വർഗത്തിലെ സ്ത്രീകളും പങ്കുവെക്കുന്ന ഒരു പൊതു മാനസികാവസ്ഥ എന്ന് പറയുക വഴി പുരുഷന്മാർക്ക് അനവധി സ്ത്രീകളെ അനുവദിച്ചു കൊടുക്കുന്ന അള്ളാഹു, അത് വിശദീകരിച്ചു കൊടുത്ത അള്ളാഹു, സ്ത്രീകളുടെ ഈ രണ്ട് പ്രത്യേകതകൾ പരിഗണിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകം ഓഫർ കൊടുക്കാത്തതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത് സ്ത്രീകളുടെ പ്രകൃതമാണ്. അത് അതുപോലെ അവിടെ നിലനിർത്തും. സ്വർഗത്തിലാണെങ്കിലും മറ്റു പുരുഷന്മാരെ സ്ത്രീകൾ ആഗ്രഹിക്കുകയില്ല എന്നാണ് ഇപ്പം പറയുന്നത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ അള്ളാഹു മൂടിവെച്ച സ്ത്രീകളുടെ പ്രത്യേകത ഷുഹൈബുൽ ഹൈത്തമി വ്യാഖ്യാനിച്ച് പൊളിക്കാൻ പോവുകയാണ്. അത് പൊളിയുമ്പോൾ ഷുഹൈബുൽ ഹൈത്തമിയുടെ ഈ വാദവും പൊളിയും. അങ്ങനെ ഒറ്റ ന്യായീകരണത്തിൽ രണ്ട് വാദങ്ങൾ, ഒന്ന് അള്ളാഹിൻ്റെ വാദവും ഒന്ന് ഹൈത്തമിയുടെ വാദവും ഹൈത്തമി പൊളിക്കുന്ന രംഗമാണ് അടുത്തത്. ഇത് രണ്ടുമല്ലാത്തൊരു സന്ദർഭത്തിൽ സ്ത്രീ നാച്ചർ ഒരു സെക്കൻഡ് പാർട്ണർ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് സ്വർഗത്തിൽ വെച്ച് വേറെ പുരുഷന്മാരെ സ്ത്രീകൾ ആഗ്രഹിക്കില്ല എന്ന്. അതേസമയം സ്വന്തം പുരുഷന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത് ഹും, അവരും അസ്വാജുഹും, അവരുടെ ഔദ്യോഗികമായ പത്നിമാരും അലൽ അറായിക്ക് മുത്തഖിയൂൻ, സ്വർഗത്തിൽ ചാരുമഞ്ചങ്ങളിലായിരിക്കും, ഹാപ്പി ഫാമിലി ആയിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് താനും. ഇത് അംഗീകരിക്കുന്ന മുസ്ലിം സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി എടുക്കുകയാണ്. സ്ത്രീകൾ പുരുഷന്മാരുടെ സ്നേഹവും പരിഗണനയും ബഹുമാനവും ഒക്കെ കിട്ടുന്നുണ്ട്. സ്ത്രീകൾ മറ്റു പുരുഷന്മാരെ ആഗ്രഹിക്കാത്ത ഒരു മാനസികാവസ്ഥയാണ്. അവരുടെ ലൈംഗിക ആഗ്രഹങ്ങൾ ഒരു പുരുഷനിൽ അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ് എന്ന ഇസ്ലാമിൻ്റെ വീക്ഷണം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കണം, ഒരു സ്ത്രീക്ക് സ്വന്തം പുരുഷൻ ഇങ്ങനെ ഒരു ഒറ്റ പുരുഷന് മേൽ തൃപ്തിപ്പെട്ട് പുരുഷന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്വർഗത്തിലായാലും ഭൂമിയിലായാലും അതേ പുരുഷൻ മറ്റു സ്ത്രീകളുമായിട്ട് സ്നേഹവും ഇവിടെ കിട്ടുന്ന സ്നേഹമൊക്കെ പങ്കുവെച്ച് പറന്ന് നടക്കുന്ന അവസ്ഥ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയില്ലേ? ആ മാനസികാവസ്ഥ എന്താ സ്ത്രീകളുടെ? നിങ്ങൾ ഈ പറയുന്ന മാനസികാവസ്ഥയും ഞാൻ ഈ പറഞ്ഞ മാനസികാവസ്ഥയും കൂടി ഒരുമിച്ച് പോകില്ലേ? അങ്ങനെ വരുമ്പോൾ അവിടെ സ്വർഗത്തിലെത്തുമ്പോൾ അള്ളാഹു സ്ത്രീക്ക് ഈ ഏക പതി എന്ന് പറയുന്ന ആ ഒരു മനോഭാവം നിലനിർത്തുകയും പുരുഷന്റെ ഈ പറന്ന് നടന്നുള്ള ഈ 72 ഹൂറിമാരൊക്കെയാണ് പിന്നെ നമ്മളെ യുദ്ധത്തിന് പോയിട്ട് മരിച്ചാൽ കിട്ടുക എന്ന് പറഞ്ഞത്. അത്തരം ആളുകൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ വേറെ ചില കൊതിമൂത്ത ആൾക്കാർ പറയണത് ഒരു ഭാര്യയ്ക്ക് 72 എന്ന തോതിൽ കിട്ടുന്ന പല കണക്കുകളുണ്ട്, കൃത്യതയില്ല. അപ്പം എന്തായാലും പുരുഷന്മാർക്ക് ഇങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ സ്വന്തം മാനസികാവസ്ഥ, ഭൂമിയിലുള്ള അതേ മാനസികാവസ്ഥ പതിവ്രതയായി ഒരു പുരുഷനിൽ മാത്രം സ്വന്തം ആഗ്രഹങ്ങളെയൊക്കെ അടക്കി പിടിച്ച് അതൊക്കെ രഹസ്യമാക്കി വെച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ അതേ പുരുഷൻ മറ്റു ഹൂറികളുമായിട്ട് ഇങ്ങനെ ക്രീഡകളിൽ ഏർപ്പെടുന്നത് കണ്ടു നിന്ന് ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നതാണോ? ആണോ? വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ സ്വന്തത്തോട് ചോദിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഉസ്താദിനുള്ള മറുപടി നിങ്ങൾ സ്വന്തത്തോട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് മറുപടി പറയണമെന്നില്ല. എനിക്ക് ഈ കാര്യത്തിൽ ഹൈത്തമിയുടെ അഭിപ്രായമല്ല. ഇനി മൂന്നാമത്തെ കാര്യമാണ്, പൊതുവെ പഴയ കാലത്തെ ആലിമ്യങ്ങൾ പറഞ്ഞു കാണാറില്ല. പുതിയ കാലത്തെ ചില പണ്ഡിതന്മാർ, നമുക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ പറഞ്ഞൊരു അഭിപ്രായം, ഹൂറുൽ ലീൻ എന്നതൊരു മലയാള വാക്കാണ്. ശ്രദ്ധിക്കണം, ഹൂറുൽ ലീൻ എന്ന് പറയുന്നത് ഒരു മലയാള വാക്കാണ്. ശരിക്കും അറബി വാക്ക് ഹൂറുൻ ഐൻ എന്നാണ്. ഈ അറബി ഖുർആന് പരിഭാഷയുടെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ചില മേഖല ആലോചിച്ച് നോക്കുമ്പോൾ അപൂർണം തന്നെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹൂറുൻ ഐൻ എന്നതിൻ്റെ പരിഭാഷ. അതെന്തായാലും കൊള്ളാം. അതായത് ഹൂറുൽ ലീൻ എന്ന് പറഞ്ഞാൽ മലയാളം വാക്കാണ്. അത് പരിഭാഷപ്പെടുത്തിയപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. പഴയ പണ്ഡിതന്മാരൊന്നും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പിടിച്ചിരുന്നോളി. ഇത്രകാലം പുരുഷ കേസരികളെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന നിങ്ങളുടെ ഭാര്യമാർ പതിവ്രതകളായിട്ട് നിങ്ങളെ മാത്രം ആശ്രയിച്ച് നിങ്ങളിൽ മാത്രം തൃപ്തിയടഞ്ഞ് നിങ്ങളുടെ ഹൂറികളുള്ള ജീവിതമൊക്കെ
അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വലം കൈയായിട്ട് അവിടെ ഈ ഹൂറികളുടെ ലീഡറായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന നിങ്ങളുടെ വ്യാമോഹത്തിന് ഷുഹൈബുൽ ഹൈത്തമി ഖുർആൻ വ്യാഖ്യാനിച്ച് അടി തരാൻ പോവാണ്. നിങ്ങൾ പിടിച്ചിരുന്നോളി. ഹൂറുൽ ഈൻ എന്ന് പറഞ്ഞാൽ അത് പുരുഷന് മാത്രമുള്ളതല്ല, സ്ത്രീക്കുമുണ്ട് എന്നാണ് പറഞ്ഞത്. കേട്ടോളി, പിടിച്ചിരുന്നോളി. കണ്ണുകൾ തിളങ്ങുന്ന ആണ് എന്നാണോ പെണ്ണ് എന്നാണോ? അവിടെയും പ്രശ്നമുണ്ട്. ഹൂർ എന്ന വാക്ക് ഇതിപ്പോൾ അറബി അറിയാത്തവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ഹൂർ എന്ന വാക്ക് അഹ്വർ എന്ന വാക്കിൻ്റെയും ഹൗറ എന്ന വാക്കിൻ്റെയും ബഹുവചനമാണ്. അഹ്വർ എന്ന അറബ് പദത്തിൻ്റെ അർത്ഥം അഹ്വർ എന്ന അറബ് വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്ന പുരുഷൻ എന്നാണ്. ഹൗറ എന്ന അറബ് വാക്കിൻ്റെ അർത്ഥം തിളങ്ങുന്ന സ്ത്രീ എന്നാണ്. അപ്പോൾ ഹൂർ എന്ന അറബ് പദം അഹ്വറിൻ്റെയും ബഹുവചനമാണ്, ഹൗറയിൻ്റെയും ബഹുവചനമാണ്. അപ്പോൾ ഹൂറുൻ ഐൻ എന്നുള്ളതിൻ്റെ യഥാർത്ഥ മലയാളം തിളങ്ങുന്ന കണ്ണുകളുള്ള സുന്ദരന്മാരായ പുരുഷന്മാർ എന്നും തിളങ്ങുന്ന കണ്ണുകളുള്ള സുന്ദരികളായ സ്ത്രീകൾ എന്നുമാണ് ഹൂറുൻ ഐൻ എന്ന പദത്തിൻ്റെ നേരെ മലയാളം. എങ്ങനെയുണ്ട് ഇപ്പോൾ? എങ്ങനെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞ രണ്ട് വാദങ്ങൾ പരസ്പരം ഗണ്ണിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഹൂറുൽ ഈൻ എന്ന് പറയുന്ന പദം സ്ത്രീകൾക്ക് സുന്ദരന്മാരായിട്ടുള്ള പുരുഷന്മാരുണ്ടാകുമെന്നും പുരുഷന്മാർക്ക് സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാകുമെന്നാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു. നേരത്തെ ഹൈത്തമി പറഞ്ഞത് ഖുർആനിൽ അങ്ങനെ പ്രത്യേകം പറയാതിരുന്നത് സ്ത്രീകൾ അങ്ങനെ ആഗ്രഹങ്ങൾ അടക്കി വെക്കുന്നവരും അവർ ഒരു പുരുഷന്റെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പുരുഷനാണെങ്കിൽ ഒരു പുരുഷനിൽ തൃപ്തി അടയുന്നവളുമാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്കുള്ളത് പ്രത്യേകം പറയാത്തത്. ഈ രണ്ട് വാദവും ഇപ്പം ഇദ്ദേഹം പൊളിച്ചില്ലേ? ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞതാണ് ശരിയെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ വാദങ്ങൾ തെറ്റിയില്ലേ? പുരുഷന്മാരെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന അള്ളാഹു ഇങ്ങനെ പൊതിഞ്ഞു പറഞ്ഞതാണെന്നും നിങ്ങളെ സ്ത്രീകൾ നാളെ സ്വർഗത്തിൽ നിങ്ങളിൽ തൃപ്തിപ്പെട്ട് കൂടും എന്നുള്ള നിങ്ങളുടെ സങ്കല്പവും പൊളിഞ്ഞില്ലേ? ഇതിൽ ഹൈത്തമി പറഞ്ഞത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഹൈത്തമിയും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് തെര്യപ്പെടുത്തിയിട്ട് പതുങ്ങനെ ചെറുങ്ങനെ വീഡിയോ ചെയ്താൽ മതി. നമുക്കത് അറിയാൻ താല്പര്യമുണ്ട് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഹൂറുൽ ഈൻ എന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഉള്ളതാണെന്നും ഈ വാദഗതിയൊന്നും പൊതുവിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. കാലങ്ങളായിട്ട് ഇമാമുമാർ വിശദീകരിച്ചതും തഫ്സീറുകളിലും ഹദീസിന്റെ വിശദീകരണങ്ങളിലും എഴുതിയത് പുരുഷ കേസരികൾക്ക് സ്വർഗത്തിൽ അള്ളാഹു പ്രത്യേകമായി ഒരുക്കി വെച്ച വിഭവങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകൾ എന്ന രീതിയിൽ തന്നെയാണ് ഹൂറുൽ ഈനെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യമെങ്കിൽ നമ്മൾ അബൂബക്കർ ഖാസിമിനെ ഒന്നുകൂടി കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് ഷുഹൈബുൽ ഹൈത്തമി ഖുർആനിലെ വാക്കിന്റെ അർത്ഥം തന്നെ പഴയ കാലത്തെ പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലാവാത്ത തരത്തിൽ പുതിയ കാലത്തെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് ഇങ്ങനെ ഒരു അർത്ഥം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അബൂബക്കർ ഖാസിമിനെ ഒന്നുകൂടെ വിളിക്കുകയാണ്. എന്താണ് ഈ ഹൂറുൽ ഈനും വഖബാഇബ അത്റാബ കൊണ്ടൊക്കെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുതരും. സ്വർഗ്ഗലോകത്തിലെ പെണ്ണിനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. വഖവാഇബ അത്റാബ, ഇളം മാദകത്തിടമ്പുകളാണ്, ആരും തൊടാത്ത പെണ്ണാണത്. പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ. വഖവാഇബ അത്റാബ, അവളുടെ നീളം മാദകത്തിടമ്പുകൾ കാണുമ്പോൾ ചെറുപ്പക്കാരൻ ത്രസിച്ചു പോകുമത്രേ. അപ്പൊ ഹൈത്തമി പറഞ്ഞതുപോലെയല്ല വഖവാഇബ അത്റാബയും ഹൂറുൽ ഈനൊന്നും കേരളത്തിലെ ഇപ്പോഴും മതപണ്ഡിതന്മാർ പുരുഷന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കും. ഇതിപ്പോൾ ഹൈത്തമി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുകയും പെൺകുട്ടികൾ ചോദ്യം ചോദിക്കുകയും അല്ല ഉസ്താദെ ഞങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത പോലെ ഒന്ന് സമാധാനിപ്പിക്കണം. എക്സ് മുസ്ലിങ്ങൾ ഇസ്ലാമിലെ സ്വർഗം എന്ന് പറയുന്നതിൻ്റെ 6-ാം നൂറ്റാണ്ടിലെ ഒരു വികൃതമായ ഈ ഇത്തരം ചിന്തയുള്ള ആസക്തിയുള്ള ഒരു മനുഷ്യന്റെ ദിവാസ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു ദുസ്വപ്നമായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യാമോഹമായിട്ട് പരിഗണിക്കേണ്ടുന്നതാണ് ഇസ്ലാമിലെ സ്വർഗം എന്ന ഇസ്ലാം മത വിമർശകരുടെ വിമർശനത്തിനെയും ഒക്കെ കൂടി ഒന്ന് നേരിടാൻ വേണ്ടി, എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും എല്ലാവരെയും നേരിടാനും ഇസ്ലാമിലെ സ്വർഗത്തെ മഹത്വവൽക്കരിക്കാനുമാണ് അള്ളാഹ് ഉണ്ടാക്കി വെച്ച സ്വർഗത്തിന് പുട്ടിയടിക്കാൻ വേണ്ടി ഷുഹൈബുൽ ഹൈത്തമി രംഗത്തിറങ്ങിയത്. പക്ഷെ കാലങ്ങളായിട്ട് ഷുഹൈബുൽ ഹൈത്തമി തന്നെ പറയുന്നത് കാലങ്ങളായിട്ട് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നത് അങ്ങനെയല്ല, ഇപ്പൊ അബൂബക്കർ ഖാസിമി പറഞ്ഞതുപോലെയാണ്. അതിന്റെ അടുത്ത ഒരു ഭാഗം കൂടി കേട്ടിട്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. എന്താണ് നീ ഒരു പെണ്ണിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്? ഏത് ഭാഗമാണ് നീ ഇഷ്ടപ്പെടുന്നത്? അള്ളാഹു നിനക്ക് തരും സ്വർഗത്തിൽ. നീ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹ് പറയാണ്, വാ, നിന്നെ ഏതെല്ലാം നിലയ്ക്ക് സുഖിപ്പിക്കാൻ കഴിയുമോ ഒരു പെണ്ണിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സ്വന്തമാക്കി തരും. ഇരുമാറുകൾ അവർക്കുണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. മാരടത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അള്ളാഹു നിനക്കുള്ള സൗകര്യം. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. വഖവാഇബ അത്റാബ, നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു തരും. അള്ളാഹു നമുക്ക് സ്വർഗ്ഗത്തിൽ. ഇതാണ് ഹൈത്തമിയെ ഹൂറുൽ ഈങ്ങളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്.
ഈ 2024-25 വരെ മൂല്യന്മാർ വയൽ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പുതിയ കാലത്തെ പുതിയ കുട്ടികളുടെ ചിന്തയും ചോദ്യവും സംശയവും ഒക്കെ മറികടക്കാൻ വേണ്ടി നിങ്ങളൊരു വിഫല ശ്രമം നടത്തുകയാണ്. നിങ്ങൾക്ക് ബോധിച്ച പോലെ ഖുർആനെ അർത്ഥം മാറ്റാണ്. പെൺകുട്ടികളെ സമാധാനിപ്പിക്കണം, നാണക്കേട് മറച്ചു വെക്കണം, അള്ളാഹ് ഉണ്ടാക്കി വെച്ച ഖുർആനിൽ എഴുതി വെച്ച ഹദീസിൽ വിശദീകരിച്ച മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്ത സ്വർഗത്തിന്റെ വൃത്തികേട് പുതിയ കാലത്തെ മനുഷ്യരോട് പറയാൻ പറ്റൂല എന്ന അപകർഷതാബോധത്തിലാണ് നിങ്ങളിപ്പോൾ ഹൂറുൽ ഈൻ എന്ന് പറയുന്നതിനെ ജനറൽ ന്യൂട്രൽ ഇണകളാക്കി പുതിയ കാലത്ത് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അത്രയും വേറെ ഒന്നുമില്ല. അവിടെ നിങ്ങളെ ശ്രമം നടക്കട്ടെ. ഇതിങ്ങനെ എന്താ പറയുക, നാണക്കേടുകൊണ്ടാണെങ്കിലും ഈ വൃത്തികേട് പറയുന്നത് ഒന്ന് പരിഷ്കരിച്ച് പറയാനുള്ള നിങ്ങളുടെ ശ്രമം വിജയിക്കട്ടെ. അബൂബക്കർ കാസിമിയായിട്ട് നിങ്ങൾ രമ്യതയിലെത്തണം. നിങ്ങൾ തമ്മിൽ ഈ കലവില ഒഴിവാക്കണം. നിങ്ങൾ രണ്ടാളും കൂടി കൂടിയിരുന്ന് ആലോചിച്ചിട്ട് വക്കവാഴ് ബാത്രാബിൻ്റെ അർത്ഥം ശരിയാവണ്ണം ഒന്ന് ഹദീസിൻ്റെയും പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് തീരുമാനാക്കിയതിന് ശേഷം നിങ്ങൾ രണ്ടാളും കൂടി ഒരു വീഡിയോ ചെയ്തിട്ട് വക്കവാഴ് ബാത്രാബിൻ്റെ അർത്ഥം ഹൂറുലീൻ്റെ അർത്ഥമൊക്കെ ഒന്ന് വിശദീകരിച്ച് തന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.